ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഓം. ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഗാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോപിനിദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതം രാസക്രീഡാവർണ്ണനം തുടരുന്നു. രാസപഞ്ചാധ്യായിയിലെ ആദ്യ അധ്യായം 29-ാം അധ്യായം. നമ്മൾ അവസാന ഭാഗം കാണാനുണ്ട് കുറച്ച്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കും. നമുക്ക് 31-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. 29-ാം അധ്യായത്തിലെ 31 മുതൽക്കുള്ള ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 39-തമോऽധ്യായഃ. ഗോപ്യ ഊജുഃ മൈവം വിഭോർഹതി ഭവാൻ ഗതിതും നൃശംസം സന്ധ്യജ്യ സർവവിഷയാൻ തവ പാദമൂലം ഭക്താ ഭജസ്വ ദുരവഗ്രഹ മാത്യജാസ്മാൻ ദേവോ യദാദിപുരുഷോ ഭജത്തെ മുമുക്ഷൂൻ. യത്പത്യപത്യസുഹൃദാം അനുവൃത്തിരംഗ സ്ത്രീണാം സ്വധർമ്മ ഇതി ധർമ്മവിദാ ത്വയോക്തം അസ്ത്വേവമേതദുപദേശപദേ ത്വയീശേ പ്രേഷ്ഠോ ഭവാൻ തനുഭൃതാം കില ബന്ധുരാത്മാ. കുറുവന്തി ഹി ത്വയിരതിം കുശലാ സ്വ ആത്മന്നിത്യപ്രിയേ പതിസുതാദിഭിരാർത്തിദൈക്യം തന്മഃ പ്രസീദ പരമേശ്വരമാസ്മ ചിന്ത്യാ ആശാം ഭൃതാം ത്വയി ചിരാദരവിന്ദനേത്ര. ചിത്തം സുഖേന ഭവദാപഹൃതം ഗൃഹേഷു യന്നിർവിശത്യുതകരാവ വിഗൃഹ്യ കൃത്യേ പാദൗ പദം ന ചലതസ്തവ പാദമൂലാത് യാമക്കദം വ്രജമധോ കരവാമ കിം വാ. സിഞ്ചാംഗനസ്ത്വദധരാമൃതപൂരകേണ ഹാസാവലോകകളഗീതജഹൃച്ഛയാഗ്നിം നോ ചേദ്വയം വിരഹജാഗ്നിപയുക്തദേഹാഃ ധ്യാനേന യാമപദയോഃ പദവീം സഖേതേ. യർഹ്യംബുജാക്ഷതവ പാദതലം രമായാഃ ദത്തക്ഷണം ക്വചിദരണ്യജനപ്രിയസ്യ അസ്പ്രാക്ഷ്മ തത്പ്രഭൃതി നാന്യസമക്ഷമംഗ സ്ഥാതും ത്വയാ വിരമിതാപദ പാരയാമഃ. ശ്രീര്യത്പദാംബുജരജശ്ചകമേ തുളസ്യ ലബ്ധ്വാ വിവക്ഷസി പദം കില ഭൃത്യജുഷ്ടം യസ്യാ സ്വവീക്ഷണകൃതേ അന്യസുരപ്രയാസഃ തദ്വദ്വയം ച തവ പാദരജഃ പ്രപന്നാഃ. തന്നഃ പ്രസീദ വൃജിനാർദ്ദനതേംഘ്രിമൂലം പ്രാപ്താ വിസൃജ്യ വസതി സ്ത്വതുപാസനാശാഃ. തുൽസുന്ദരസ്മിത നിരീക്ഷണ തീവ്ര കാമതപ്താത്മനാം പുരുഷഭൂഷണ ദേഹി ദാസ്യം. വീക്ഷ്യാളകാവൃതമുഖം തവ കുണ്ടല ശ്രീകണ്ഠസ്ഥലാദരസുതം ഹസിതാവലോകം ദത്താഭയം ച ഭുജദണ്ഡയുഗം വിലോക്യ വക്ഷശ്രിയൈകരമണം ച ഭവാമ ദാസ്യഃ. കാസ്ത്ര്യംഗതേ കളപദായതമൂർച്ഛിതേന സമ്മോഹിതാര്യചരിതാന്ന ചലേ ത്രിലോക്യാം. ത്രൈലോക്യസൗഭഗമിദം ച നിരീക്ഷ്യ രൂപം യദ്ഗോദ്വിജദ്രുമമൃഗാ പുളകാന്യബിഭ്രൻ. വ്യക്തം ഭവാൻ വ്രജഭയാർത്തിഹരോഭിജാതോ ദേവോ യദാദിപുരുഷഃ സുരലോകഗോപ്താ. തന്നോ നിദേഹി കരപങ്കജമാർത്തബന്ധോ
തപ്തസ്തനേഷു ച ശിരസ്സു ച കിങ്കരീണാം. ശ്രീശുക ഉവാച ഇതി വിക്ലവിതം താസാം ശ്രുത്വാ യോഗേശ്വരേശ്വരഃ പ്രഹസ്യ സദയം ഗോപീഃ ആത്മാരാമോപ്യരീരമത് താഭിഃ സമേതാവിരുദാരചേഷ്ടിതഃ പ്രിയേക്ഷണോദ്ഭുല്ലമുഖീഭിരച്യുതഃ ഉദാരഃ സദ്വിജകുന്ദദീദിതിഃ വ്യരോചതൈണാങ്കൈവോടുവിർവൃതഃ. ഉപഗീയമാന ഉദ്ഗായൻ വനിതാ ശതയൂദവഃ മാലാം ബിഭ്രദ്വൈജയന്തീം വ്യചരൻ മണ്ഡയൻ വനം. നദ്യാഃ പുളിനമാവിശ്യ ഗോപീഭിർഹിമവാലുകം രേമേ തത്തരളാനന്ദകുമുദാമോദവായുനാ. ബാഹുപ്രസാര പരിരംഭ കരാളഗോരുനീവീസ്തനാലഭന നർമ്മനഗാഗ്രപാതൈഃ ക്ഷേല്യാവലോകഹസിതൈർവ്രജസുന്ദരീണാം ഉത്തംഭയന്ത്രതിപതിം രമയാഞ്ചകാര. ഏവം ഭഗവതഃ കൃഷ്ണാത് ലബ്ധമാനാ മഹാത്മനഃ ആത്മാനം നേനിരേ സ്ത്രീണാം മാനിന്യോഭ്യധികം ഭുവി. താസാം തത്സൗഭഗമതം വീക്ഷ്യമാനം ച കേശവഃ പ്രശമായ പ്രസാദായ തത്രൈവാന്തരധീയതാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഭഗവതോ രാസക്രീഡാവർണ്ണനം നാമ ഏകോനത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. രാസക്രീഡാവർണ്ണനം തുടരുകയാണ്. ഇന്നലെ നമ്മൾ 29-ാം അധ്യായത്തിലെ 40, 41, 42, 43 4 ശ്ലോകങ്ങളാണ് അല്ലേ ഇന്നലെ വൈകിട്ട് കണ്ടത്. തുടർന്നുള്ള 5 ശ്ലോകങ്ങൾ കൂടി ഈ അധ്യായത്തിലുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഗോപികമാര് ഭഗവാൻ തിരിച്ചു പോകാനും ധർമ്മം ആചരിക്കാനും പറഞ്ഞതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു പ്രധാനമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഭഗവാനെ പോലെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ത്രൈലോക്യ സുന്ദരനായ ഒരാളെ കണ്ട് ഭഗവാന്റെ ആ ശബ്ദമാധുരിയും എല്ലാം കേട്ടിട്ട് ആരാണ്, ഏത് സ്ത്രീയാണ് മോഹിതരാവാതിരിക്കുക? ഏത് സ്ത്രീകൾ അവരുടെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കും? ഇനി എല്ലാ സ്ത്രീകളും അത് തന്നെയല്ലേ വേണ്ടത്? ഭഗവാന്റെ അടുത്തേക്കല്ലേ എല്ലാവരും വരേണ്ടത് അല്ലേ? എല്ലാവരുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ഭഗവാന്റെ ഈ അതിമനോഹരമായ രൂപം ധരിച്ചിരിക്കുന്നത്, ഈ അവതാരമെല്ലാം, ലീലകളെല്ലാം. അപ്പോൾ അങ്ങ് ഈ വ്രജത്തിൻ്റെ ഭയവും ദുഃഖവും ഹരിക്കാനായിക്കൊണ്ടാണ് വന്ന് അവതരിച്ചത്. ഏതുപോലെ മഹാവിഷ്ണു ദേവലോകത്തിൻ്റെ രക്ഷകനായി അവരുടെ ദുഃഖങ്ങൾ തീർക്കാനായി അവതരിക്കും പോലെ. അതുകൊണ്ട് ആർത്തബന്ധുവായ അങ്ങയുടെ കരപങ്കജത്തെ ഞങ്ങളുടെ തപ്തസ്ഥനങ്ങളിലും ശിരസ്സുകളിലും ധരിച്ചാലും കിങ്കരീണാം നഹ, അങ്ങയുടെ കിങ്കരികളാണ്, ആജ്ഞാനുവർത്തിനികളാണ്. ഞങ്ങളുടെ ഹൃദയം തപിക്കുന്നു, ഞങ്ങളുടെ ശിരസ് തപിക്കുന്നു അങ്ങയുടെ സ്പർശത്തിനായിക്കൊണ്ട്. അങ്ങ് ഞങ്ങളെ കുളിർപ്പിക്കണം, ഞങ്ങളുടെ
താപത്തിന് ശാന്തി ഉണ്ടാക്കണം. ഇങ്ങനെ ആ ഗോപികമാര് വളരെ ദീനമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, കെഞ്ചി. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഇതി വിക്ലവിതം താസാം ശ്രുത്വ യോഗേശ്വരേശ്വര, ആ സ്ത്രീകളുടെ താസാം വിക്ലവിതം, വളരെ വൈക്ലഭ്യത്തോടു കൂടിയ വചനങ്ങൾ, വളരെ പരവശമായ അവസ്ഥയിലുള്ള വചനങ്ങൾ. ഇത് കേട്ട് ആ യോഗേശ്വരേശ്വരനാണ്, എല്ലാ യോഗേശ്വരന്മാർക്കും ഈശ്വരനായിരിക്കുന്ന, അല്പം പോലും ഇന്ദ്രിയ സ്ഖലനം സംഭവിക്കാത്തവൻ യോഗേശ്വരേശ്വരൻ. ഒരു ഇന്ദ്രിയങ്ങളും അന്തർമുഖമായിരിക്കുന്നത് ബഹിർമുഖമാവാതിരിക്കുന്ന അവസ്ഥയാണ് യോഗേശ്വരാവസ്ഥ. അവരിലും വെച്ച് ഈശ്വരനാണ് ഭഗവാൻ. അപ്പൊ ഭഗവാനെ ആകർഷിക്കാനുള്ള ശക്തി ലോകത്തിലെ ഒരു വിഷയത്തിനും ഇല്ല, ഭഗവാനെ ബഹിർമുഖനാക്കാൻ. കാരണം ഭഗവാൻ സ്വയം ആത്മാരാമഃ എന്ന് പറഞ്ഞു. ആത്മാവിൽ തന്നെ രമിക്കുന്ന, ആത്മതൃപ്തനായിരിക്കുന്ന, അല്ലെ, ആനന്ദ സ്വരൂപത്തിലിരിക്കുന്നതായിട്ടുള്ള ഭഗവാന് ഈ ആത്മാനന്ദത്തെക്കാൾ വലിയൊരു ആനന്ദം ഏതെങ്കിലും വിഷയങ്ങളിൽ നിന്ന് കിട്ടുമോ? വിഷയാനന്ദങ്ങളെല്ലാം തുച്ഛങ്ങളാണ്, എല്ലാം നിമിഷം മാത്രം നിലനിൽക്കുന്നത്, പിന്നീട് ദുഃഖകാരണമാകുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾക്കും ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖമാക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് യോഗേശ്വരേശ്വരനും ആത്മാരാമനുമായിട്ടുള്ള ഭഗവാൻ പ്രഹസ്യ, പുഞ്ചിരിയോടുകൂടി, സദയം, ഗോപികമാരോടുള്ള ദയയോടുകൂടെ, അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി, അല്ലാതെ തനിക്കിതിൽ നിന്ന് യാതൊരു നേട്ടവും ഉണ്ടായിട്ടല്ല, തന്നെ ആശ്രയിച്ചിരിക്കുന്ന ദീനകളായിരിക്കുന്ന ആ ഭക്തോത്തമകളുടെ അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ ദയ കാണിക്കുകയാണ്. അവരെ അരീരമത്, അവരെ രമിപ്പിച്ചു, അവരെ സന്തോഷിപ്പിച്ചു എന്ന് പറയാം. അപ്പോ ഭഗവാൻ എങ്ങനെ ശോഭിച്ചു ആ വൃന്ദാവനത്തിൽ, കാളിന്തി തീരത്ത് എന്ന് പറയുന്നു. താഭിസ്വമേതാവിർ ഉദാരചേഷ്ടിതഃ പ്രിയേക്ഷണോദ്ഭുല്ലമുഖീ വിരച്യുതഃ ഉദാരഹാസദ്വിജകുന്ദദീദിഃ വ്യരോചതൈണാംഗ ഇവോടുഭിർവൃതഃ. അപ്പോ ഉദാരചേഷ്ടിതഃ, അതി മനോഹരങ്ങളായ ചേഷ്ടയോടുകൂടിയവനായിട്ടുള്ള ഭഗവാൻ ആരോടുകൂടെ? സമേതാഭിഹി പ്രിയേക്ഷണ ഉദ്ഭുല്ലമുഖീഭിഹി താഭിഹി വൃതഃ. അപ്പൊ ഭഗവാന്റെ പ്രിയമായ ഈക്ഷണം കൊണ്ട് ഉദ്ഭുല്ല മുഖങ്ങളോടുകൂടിയവർ, ചന്ദ്രനെ കാണുമ്പോൾ വികസിക്കുന്ന ആമ്പലുകൾ പോലെ ഇവരുടെയൊക്കെ മുഖങ്ങള്, അല്ലേ, കുമുദങ്ങളായിരിക്കുന്നു. ഭഗവാന്റെ ആ മന്ദഹാസ നിലാവേറ്റ്, അല്ലേ, കൗമുദിയേറ്റ് കുമുദങ്ങൾ വികസിക്കും പോലെ ഈ ഗോപികമാരുടെ മുഖങ്ങളെല്ലാം ഉദ്ഭുല്ലമുഖികളാണ്. ഉദ്ഭുല്ലമുഖീഭിഹി വൃതഃ അച്യുതഃ. എന്നാൽ ഭഗവാനോ യാതൊരു ച്യുതിയും ഇല്ല, ഒരു തരത്തിലുള്ള എന്താ പറയുക, വൃത്തി വിക്ഷേപവും ഇല്ല. ഭഗവാന്റെ അന്ധകരണത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആവരണം ഉണ്ടെങ്കിലല്ലേ വിക്ഷേപം ഉണ്ടാവുള്ളൂ. ആവരണത്തിന് സാധ്യതയേ ഇല്ല, പ്രകാശപൂർണമാണ്, ജ്ഞാനസ്വരൂപമാണ് ഭഗവാൻ. സൂര്യനിൽ ഇരുട്ടിന്റെ സാധ്യതയുണ്ടോ? അതുപോലെയാണ് ഭഗവാന്റെ ഉള്ളിൽ അജ്ഞാനത്തിന്റെ സാധ്യത. അജ്ഞാനത്തിന്റെ ആവരണം ഉണ്ടെങ്കിലേ വിക്ഷേപം ഉണ്ടാവുകയുള്ളൂ. നമ്മൾക്കൊക്കെ ആവരണം ധാരാളം ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ഉള്ളിൽ വിക്ഷേപം അങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത്. നമ്മുടെയൊക്കെ ജന്മജന്മാന്തര വാസനകളാകുന്ന വിക്ഷേപങ്ങൾ, അതിന് കാരണം ആവരണം, സ്വരൂപജ്ഞാനമില്ലായ്മ എന്നുള്ള ആവരണം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നിസ്സാര കാര്യങ്ങൾക്കൊക്കെ രാഗദ്വേഷങ്ങൾ കൊണ്ട് ആകർഷണ വികർഷണങ്ങളുണ്ടായി വിക്ഷേപ കലുഷിതമാകുന്നത്. എന്നാൽ ഭഗവാന്റെ ഉള്ളിൽ
ആ സൂര്യ തേജസ്സോടുകൂടി ജ്ഞാനം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അച്യുതനാണ് ഭഗവാൻ, സ്വരൂപ വിസ്മൃതി അല്പം പോലും ഇല്ലാത്തവൻ. അങ്ങനെയുള്ള ഭഗവാന് വിക്ഷേപത്തിന് യാതൊരു സാധ്യതയുമില്ല. ആവരണം ഉണ്ടായാലേ വിക്ഷേപം ഉണ്ടാവുള്ളൂ. ആവരണം ഉണ്ടാവുന്നേ ഇല്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ ഗോപികമാരുടെ എന്താ പറയുക, സൗന്ദര്യമോ അവരുടെ ചേഷ്ടകളോ ഇതൊന്നും ഭഗവാന്റെ ഉള്ളിൽ ആവരണം ഉണ്ടാക്കാൻ പോകുന്നതല്ല. മേഘങ്ങളൊക്കെ നമ്മുടെ കണ്ണുകളെ മറയ്ക്കും, സൂര്യനെ മറയ്ക്കാൻ ശക്തിയുള്ളതല്ല. അതുപോലെയാണ് ഈ ഗോപികമാരുടെ ചേഷ്ടകളൊക്കെ അല്ലേ, മേഘങ്ങളുടെ ഓരോ ചേഷ്ടകൾ കണ്ട് ആകാശത്തു നിന്ന് സൂര്യൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവർ വിചാരിക്കുന്നത് എന്നെ മറച്ചു എന്നാണ്. സൂര്യനെ മറയ്ക്കാൻ മേഘങ്ങൾക്കാവുമോ? താഴെയുള്ളവരുടെ കണ്ണുകളെ മറയ്ക്കാം എന്നതുപോലെ ഈ ഭഗവാന്റെ കഥ കേൾക്കുന്ന മൂഢജനങ്ങൾക്ക് വേണമെങ്കിൽ ഭഗവാനിൽ എന്ത് വേണമെങ്കിൽ ആരോപിക്കാം. ഭഗവാനിൽ ഏതെങ്കിലും തരത്തിലുള്ള വിക്ഷേപം ഉണ്ടായി എന്ന് ആരോപിക്കാം. നമ്മൾ സൂര്യനെ മേഘങ്ങൾ മറച്ചു എന്ന് പറയും പോലെ മാത്രമാണ്. സൂര്യൻ ചിരിക്കുകയാണ്, എന്നെയോ മേഘങ്ങളോ എപ്പോഴാ മറച്ചത്? അപ്പൊ ഇതുപോലെ ആഭരണ ലേശം പോലും ഇല്ലാത്ത ഭഗവാനിൽ വിക്ഷേപത്തിന്റെ കണിക പോലും ഉണ്ടാവുകയില്ല. അതാണ് ഇവിടെ ചന്ദ്രനോടും നക്ഷത്രങ്ങളോടും ഭഗവാനെ ഉപമിച്ചതും, ഗോപികമാരെ നക്ഷത്രങ്ങളോടും ഭഗവാനെ ചന്ദ്രനോട് ഉപമിച്ചതും ആ ജീവ ഈശ്വര കമ്പാരിസനാണ്. നമ്മളൊക്കെ ഈ നക്ഷത്രങ്ങളെ പോലെയാണ്. നക്ഷത്രങ്ങൾക്ക് രാത്രിയിൽ ലോകത്തെ പ്രകാശിപ്പിക്കാൻ വലിയ കഴിവില്ല, അല്ലേ? ഇപ്പൊ ഭൂമിയിൽ നിന്ന് നോക്കുന്ന അവസ്ഥയിൽ നക്ഷത്രങ്ങൾക്ക് മങ്ങിയ പ്രകാശമേ ഉള്ളൂ. അത് ജീവന്മാരുടെ അവസ്ഥയാണ്. ജീവന്മാരൊക്കെ ഇതുപോലെ ചെറിയ മങ്ങിയ പ്രകാശമുള്ളവരാണ്. എന്നാൽ ചന്ദ്രൻ ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ ശക്തിയുള്ളവനാണ്, അല്ലേ? ചന്ദ്രന്റെ നിലാവ് ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. അപ്പൊ അതുപോലെ ആ സമഷ്ടി പ്രകാശമാണ് പരമാത്മ ചൈതന്യമായിരിക്കുന്ന ഭഗവാൻ. മറ്റത് വെഷ്ടി, നക്ഷത്രങ്ങളൊക്കെ വെഷ്ടിപ്രകാശങ്ങളാണ്. അപ്പൊ ഗോപികമാരൊക്കെ ഓരോ ജീവന്മാരും, ഭഗവാൻ ഈശ്വരനും പരമാത്മാവും എന്ന് ഈ നക്ഷത്രങ്ങളാൽ ചൂഴപ്പെട്ട ചന്ദ്രനോട് ഭഗവാനെ ഉപമിച്ചപ്പോൾ പറഞ്ഞു. വ്യരോചത ഏണാങ്ക ഇവ ഉടുബിഹി വൃത. ഉടുക്കളാൽ വൃതനായ ഏണാങ്കനെ പോലെ ഭഗവാൻ ശോഭിച്ചു. ഉദാരഹാസ ദ്വിജകുന്ദ ദീദിഹി. ഭഗവാന്റെ ആ മനോഹരമായ മന്ദഹാസം കൊണ്ട് ഭഗവാന്റെ പല്ലുകൾ അരിമുല്ല പോലെ, അല്ലേ, കുസുമങ്ങൾ പോലെ ഉള്ള ആ പല്ലുകളുടെ ദീദിതി കാന്തി കൊണ്ട് എല്ലാവരെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ചന്ദ്രനെ പോലെ ശോഭിച്ചു എന്നാണ്. തുടർന്ന് നമുക്ക് കാണാം. നമ്മൾ ഇന്നലെ ഇതുവരെയാണ് കണ്ടു നിന്നത്. 44 മുതൽ. ഉപഗീയമാന ഉദ്ഗായൻ വനിതാ ശതയൂതഭഃ മാലാം ബിഭ്രദ് വൈജയന്തീം വ്യചരൻ മണ്ഡയൻ വനം. ഉപഗീയമാന ഉദ്ഗായൻ വനിതാ ശതയൂതഭഃ മാലാം ബിഭ്രദ് വൈജയന്തീം വ്യചരൻ മണ്ഡയൻ വനം. ഭഗവാൻ ഗോപികമാരോടുകൂടെ ഗാനം ചെയ്തുകൊണ്ട് വൈജയന്തിമാല ധരിച്ചുകൊണ്ട് വൃന്ദാവനത്തെ അലങ്കരിച്ചു, അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ സഞ്ചരിച്ചു എന്ന് വേണം. എങ്ങനെ? വനിതാ ശതയൂതപഃ ഉപഗീയമാനഃ ഉദ്ഗായന് വൈജയന്തി മാലാം ബിഭ്രത് വനം മണ്ഡയൻ വ്യചരത്. വനിതാ ശതയൂതപഃ. ഇവിടെ വനിതാ ശതയൂതപഃ എന്ന് പറഞ്ഞാൽ, യൂതപൻ എന്ന വാക്ക് സമൂഹത്തിന്റെ നായകൻ. ഒരു യൂഥം എന്ന് പറഞ്ഞാൽ വലിയൊരു സൈന്യം, ഒരു കൂട്ടം, ഒരു സമൂഹം എന്നൊക്കെ അർത്ഥമാണ്. അതിന്റെ പതി. ഇവിടെ വനിതാ ശതങ്ങളുടെ യൂഥങ്ങൾ, നൂറുകണക്കിന്
വനിതമാരുടെ സമൂഹം, അതിൻ്റെ മുഴുവൻ ഏകനായകനായിട്ട്. ഇവിടെ യൂത ശബ്ദത്തിന് സംഖ്യാ ശബ്ദമായിട്ടും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു യൂതം എന്ന് പറഞ്ഞാൽ 10 അർബുദം. ഒരു അർബുദം എന്ന് പറഞ്ഞാലോ 11 കോടിയാണ് ഒരു അർബുദം. അപ്പോൾ 110 കോടിയാണ് ഒരു യൂതം. 110 കോടി ഒരു യൂതം. ശതയൂതം എന്ന് പറഞ്ഞാലോ അപ്പോൾ 2 പൂജ്യം കൂടി ഇട്ടോളൂ അല്ലേ, 11,000 കോടിയാവും. 1100 പ്ലസ് അല്ലെങ്കിൽ 11,000 കോടി. ഒരു കോടി എന്ന് പറഞ്ഞാൽ ഒരു യൂഥം എന്ന് പറഞ്ഞാൽ 110 കോടി എന്ന് സംഖ്യ അർത്ഥമുണ്ട്. അപ്പൊ അതെന്തിനെ സൂചിപ്പിക്കുന്നു? അനന്തം എന്ന് സൂചിപ്പിക്കാനാണ്. അല്ലാതെ ഇനി ലോകത്തിൽ അത്രയും കോടി ജീവന്മാരുണ്ടാവും. മനുഷ്യന്മാർ മാത്രമല്ല, മറ്റ് ചരാചരങ്ങളൊക്കെ കൂടിയിട്ട് അതിനേക്കാളും ഉണ്ടാവും. മനുഷ്യന്മാരെന്തായാലും 11,000 കോടി ഇല്ല ലോകത്തിൽ, ഇപ്പോഴും ഇല്ല, അപ്പോഴും ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ ഭാരതത്തിലാണ് ഏറ്റവും അധികം ജനസംഖ്യ, 145 കോടി. ചൈന 140 കോടിയുള്ളുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്താൽ ലോകത്തിന്റെ ജനസംഖ്യയുടെ പകുതിയിലധികമാവും. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ കൂടി കൂട്ടിയാലും 1000 കോടി വരില്ല മൊത്തം ജനസംഖ്യ. 700-800 കോടിയേ ഉള്ളൂ. അപ്പോൾ മനുഷ്യ സംഖ്യയല്ല ഇവിടെ ഉദ്ദേശിച്ചത്, മറ്റ് ജീവജാലങ്ങളും കൂടി ചേർത്താൽ 11,000 കോടിയൊക്കെ സുഖമായിട്ട് പറയാം. അപ്പൊ ആ അർത്ഥത്തില് അനന്തം എല്ലാ ജീവന്മാരുടെയും പ്രതിനിധികളായിട്ടാണ് ഇവിടെ ഗോപികമാര് ഭഗവാന്റെ അടുത്ത് സമ്മേളിച്ചിരിക്കുന്നത്. എല്ലാ ജീവന്മാരും ഭഗവാനോട് ചേരേണ്ടവരാണ്. ഭഗവാനോട് ചേരുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊക്കെ ശാശ്വതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവാൻ പോകുന്നുള്ളൂ എന്ന് ലോകത്തിന് മുഴുവൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഗോപികമാര് ഭഗവാനോട് ചേർന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അനേകം എന്ന് സംഖ്യ എടുത്താൽ മതി. വനിതാ ശതയൂതപഹ, അനേക ഗോപികമാരുടെ മുഴുവൻ നാഥനായിക്കൊണ്ട്, യൂഥപനായിക്കൊണ്ട്, പരിപാലിക്കുന്നവനായിക്കൊണ്ട്, ഉപഗീയമാനഹ, അവരെല്ലാം അടുത്തു നിന്ന് ഉപഗീയമാനഹ, ഭഗവാനെ കീർത്തിക്കുന്നു, പുകഴ്ത്തുന്നു, ഭഗവാനെ കുറിച്ച് പാട്ടുപാടുന്നു. അങ്ങനെ എല്ലാവരും ഭഗവാന്റെ ചുറ്റും നിന്ന് ഭഗവാനെ ജയ് വിളിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പാടുന്നു. ഉപഗീയമാനഹ, ഭഗവാനോ ഉദ്ഗായൻ, ഭഗവാൻ സ്വയം അതിന് മറുപടിയായിട്ട് ഉദ്ഗാനം ചെയ്യുന്നുണ്ട്. ഭഗവാനും ഉച്ചത്തിൽ ഗാനം ചെയ്യുന്നു. അപ്പോ ഈ സ്ത്രീകളും പാടുന്നു, ഭഗവാനും പാടുന്നു. അങ്ങനെ ഒരു പാട്ടിന്റെ മേളമാണ്, വലിയൊരു അല്ലെ സംഗീത കോലാഹലമാണ് അവിടെ. ഒരു ഓർക്കസ്ട്ര ഗംഭീരമായിട്ട് നടക്കുന്നു. അങ്ങനെ പാടിക്കൊണ്ട് ഉദ്ഗായന് വൈജയന്തി മാലാം ബിഭ്രത്, വൈജയന്തി എന്ന് പേരുള്ളതായിട്ടുള്ള വനമാലയെ ധരിച്ചുകൊണ്ട്, പഞ്ചവർണ്ണങ്ങളുള്ള കാട്ടുപൂക്കൾ കൊണ്ട് ധരിക്കുന്നതാണ് ഭഗവാന്റെ വൈജയന്തി എന്ന മാല. അപ്പൊ അങ്ങനെയുള്ള മാലയെ ധരിച്ചുകൊണ്ട് വനം മണ്ടയന് വ്യചരത്, ആ വനത്തെ, വൃന്ദാവനത്തെ അല്ലെങ്കിൽ ആ കാടിനെ അലങ്കരിക്കുന്നവനായിക്കൊണ്ട് വിചരിച്ചു. ആ ഭഗവാൻ ആ വൃന്ദാവനത്തിൽ സഞ്ചരിക്കുന്നത് വൃന്ദാവനത്തിന് അലങ്കാരം. ആകാശത്തൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആകാശത്തെ അലങ്കരിക്കും പോലെ അല്ലേ. ഇവിടെ ഭൂമിയിൽ ഒരു ചന്ദ്രൻ, കൃഷ്ണചന്ദ്രൻ, ഈ വൃന്ദാവനമാകുന്ന ആകാശത്തിലൂടെ ഒഴുകി നടക്കുകയാണ്. അവിടെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സംഗീത കോലാഹലം മുഴക്കിക്കൊണ്ട്. അപ്പം ഇങ്ങനെ ആ ഗോപികമാരും ഭഗവാനുമായിട്ടുള്ള രാസക്രീഡയുടെ ഒരു പ്രാഥമിക ഘട്ടം. നദ്യാ പുളിനമാവിശ്യ ഗോപീഭിർഹിമവാലുകം രേമേ തത്തരളാനന്ദകുമുദാമോദവായുനാ. നദ്യാഃ പുളിനമാവിശ്യ ഗോപീഭിർഹിമവാലുകം രേമേ തത്തരളാനന്ദകുമുദാമോദവായുനാ.
ആ വൃന്ദാവനത്തിലെ നടുവിലൂടെ ഒഴുകുന്ന യമുനാ തീരത്ത് യമുനയുടെ പുളിനത്തിൽ ഭഗവാൻ പ്രവേശിച്ചു, മണൽത്തിട്ടയിൽ പ്രവേശിച്ചു എന്നർത്ഥം. അപ്പൊ ഗോപീഭിഹി ഗോപികളോടുകൂടി ഹിമവാലുകം നദ്യാഹ പുളിനം. ഹിമവാലുകം എന്ന് പറഞ്ഞാൽ വാലുകം മണൽത്തരികളാണ്. ഹിമവാലുകം നല്ല തണുത്ത മണൽത്തരികളുള്ളത്. പുളിനം മൺതിട്ട മണൽത്തിട്ട നദീതീരം. അപ്പോൾ നല്ല തണുത്ത മണൽത്തരികളുള്ളതായിട്ടുള്ള നദിയുടെ ആ കാളിന്തി നദിയുടെ പുളിനത്തെ ആവശ്യ പ്രവേശിച്ചിട്ട് തത്തരളാനന്ദ കുമുദാമോദ വായുനാരേമേ. തത്തരളാനന്ദ എന്ന് പറഞ്ഞാൽ ആ നദിയുടെ തസ്യാഹ കാളിന്ദേഹ അല്ലെങ്കിൽ കാളിന്ത്യാഹ. തരളം എന്ന് പറഞ്ഞാൽ തിരമാലകൾ, ഓളങ്ങൾ. ആ ഓളങ്ങളിൽ തട്ടിയ ആനന്ദ കുമുദ ആമോദ വായുന. നദിയിൽ തട്ടിയിട്ടുള്ള ശൈത്യത്തോടു കൂടിയതായിട്ടുള്ള വായു അത് ആമ്പലിൽ തട്ടിയിട്ടാണ് വരുന്നത്. അവിടെ വികസിച്ച് നിൽക്കുന്നതായിട്ടുള്ള കുമുദങ്ങൾ, ആ കുമുദങ്ങളുടെ ആമോദം എന്ന് പറഞ്ഞാൽ സൗരഭ്യം. അപ്പോൾ ആമ്പലുകളുടെ സൗരഭ്യത്തെ കൊണ്ടുവരുന്നതായിട്ടുള്ള വായു എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ നല്ലൊരു അന്തരീക്ഷം, മൊത്തം എല്ലാ ഇന്ദ്രിയങ്ങൾക്കും സുഖം നൽകുന്നതായിട്ടുള്ള അവസ്ഥ. മൊത്തത്തില് നിലാവിൻ്റെ ആ ഒരു സൗന്ദര്യം, അതിൽ നദിയുടേതായിട്ടുള്ള കളകള ശബ്ദം, അതിൻ്റെ നടുവിലുള്ള ഒരു മണൽത്തിട്ട, അതാണെങ്കിൽ നല്ല തണുത്ത മണല് അല്ലെ, നദിയുടെ ജലസ്പർശം കൊണ്ട് തണുക്കും. അർബുദം 10 കോടി. അതെ, അർബുദം 10 കോടി. 10 അർബുദം 1 യൂതം. കണക്ക് വേണ്ടവരും ആയിക്കോട്ടെ, ഞാനിവിടെ അനന്തം എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു അർബുദം 10 കോടി, 10 അർബുദം 1 യൂതം. അപ്പൊ എത്രയായി? 1 യൂതം 10 അർബുദം 100 കോടിയാണ് 1 യൂതം. 100 യൂതം എന്ന് പറഞ്ഞാലോ 100 × 100. 100 × 100 10,000. അവിടെ തന്നെ വരണം, പറഞ്ഞിടത്തേക്ക് തന്നെ വരണം. 110 ഇല്ല, 100 എന്ന് പറയും. ശരി. അപ്പോൾ മൊത്തത്തില് എല്ലാം തികഞ്ഞ ഒരു അന്തരീക്ഷം, ചുറ്റുപാടുകൾ, ഇവരുടെ സംഗീതം, അതിനനുസരിച്ച് നദിയുടെ സംഗീതം, അതോടൊപ്പം കാറ്റിന് എല്ലാ ഗുണങ്ങളും തികഞ്ഞത്. മന്ദമാരുതൻ യമുനയിൽ നിന്ന് തണുത്ത ഒഴുകുന്നുണ്ട്, ശൈത്യത്തോടു കൂടിയിട്ടാണ് കാറ്റ് വീശുന്നത്. അതിൽ സൗരഭ്യവുമുണ്ട്. അപ്പം മാരുതന് എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ മൂപ്പരും കൊണ്ടു കൊടുക്കുന്നുണ്ട് അല്ലേ. മന്മഥന്റെ സാരഥി അല്ലെങ്കിൽ കൂട്ടുകാരനായിട്ടാണ്, സാരഥിയായിട്ട് വസന്തനും കൂട്ടുകാരനായിട്ട് മാരുതനും. മലയ മാരുതൻ മന്മഥന്റെ കൂട്ടുകാരനാണ്. ഇവിടെ മന്മഥന്റെ കൂട്ടുകാരനായ വായു നല്ല മന്ദമായിട്ട് ശൈത്യസ്പർശത്തോടുകൂടെ ആമ്പലിന്റെ സുഗന്ധത്തോടുകൂടി വീശുന്നു. അങ്ങനെ തത്തരളാനന്ദ കുമുദാമോദ വായുനാ രേമേ. ഭഗവാൻ ഈ ഗോപസ്ത്രീകളുമായി സന്തോഷമായി ആനന്ദമായി രമിച്ചു എന്ന് പറയണം. നദ്യാഃ പുളിനമാവിശ്യ ഗോപീഭിർഹിമവാലുകം രേമേ തത്തരളാനന്ദ കുമുദാമോദ വായുനാ. എങ്ങനെ രേമേ? ആ രമിച്ചതിനെ ഒന്നുകൂടെ വിസ്തരിക്കുകയാണ്. ബാഹുപ്രസാര പരിരംഭകരാളകോരു നീവീസ്തനാലപന നർമ്മ നഗാഗ്രപാദൈഃ ക്ഷ്വേല്യാവലോകഹസിതൈർവ്രജ സുന്ദരീണാം ഉത്തംബയൻ രതിപതിം രമയാഞ്ചകാര.
ബാഹുപ്രസാര പരിരംഭകരാളകോരു നീവീസ്തനാലപന നർമ്മനഗാഗ്രപാദൈ ക്ഷേല്യാവലോകഹസിതൈർവ്രജസുന്ദരീണാം ഉത്തംഭയൻ രതിപതിം രമയാഞ്ചകാര. അപ്പൊ എങ്ങനെയൊക്കെയാണ് രമിപ്പിച്ചത്? രമയാഞ്ചകാര, രമണത്തെ ചെയ്യിപ്പിച്ചു, രമിപ്പിക്കൽ ചെയ്തു. അപ്പൊ ഗോപികമാരെ ഭഗവാൻ രമിപ്പിച്ചു. എങ്ങനെയൊക്കെ രമിപ്പിച്ചു? ബാഹുപ്രസാര പരിരംഭ കര അളക ഊരു നീവി സ്തന ആലപന നർമ്മ നഗാഗ്രപാതൈഹി. എന്തൊക്കെയാണ് ചെയ്തത് എന്ന് പറയുന്നത്? ബാഹുപ്രസാരം എന്ന് പറഞ്ഞാൽ ബാഹുക്കളെ കൊണ്ട് കൈകൾ നീട്ടിക്കൊണ്ട് ആലിംഗനം ചെയ്യുക മുതലായത്. അപ്പോ കൈ നീട്ടുക, ആലിംഗനം ചെയ്യുക, അതിനാണ് ബാഹുപ്രസാരം എന്ന് പറയുന്നത്. പരിരംഭം എന്ന് പറഞ്ഞാൽ അത് ആലിംഗനം തന്നെയാണ്. അപ്പോൾ ബാഹുപ്രസാരത്തെ കൈനീട്ടലായിട്ടും പരിരംഭണത്തെ ആലിംഗനം ചെയ്യലായിട്ടും വേറെ വേറെ ആയിട്ട് എടുക്കാം. ആലിംഗനം ചെയ്തുകൊണ്ടും കര അളക ഊരു നീവി സ്തന ആലപനം. ആലപനം ചെയ്യുക എന്ന് പറഞ്ഞാല് സ്പർശിക്കുക, ആലംബനം ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ്. ആശ്രയിക്കുക, സ്പർശിക്കുക എന്നൊക്കെ അർത്ഥത്തില് ആലപനം. എന്തിനേക്ക് ആലപനം ചെയ്യുന്നു? കരം. അപ്പൊ ഗോപികമാരുടെ കരങ്ങളെയൊക്കെ ഭഗവാൻ സ്പർശിക്കുന്നു. അവരുടെ കരങ്ങളെയൊക്കെ സ്പർശിച്ച് തലോടുകയും അളകങ്ങളെ സ്പർശിക്കുന്നു. അളകം എന്ന് പറഞ്ഞാൽ അവരുടെ നെറ്റിയിലേക്ക് ഞാന്ന് കിടക്കുന്നതായിട്ടുള്ള കുറുനിരകളെയെല്ലാം ഒതുക്കി കൊടുക്കുന്നു ഭഗവാൻ. അളകങ്ങളെ. ഊരു എന്ന് പറഞ്ഞാൽ അവരുടെ തുടകളെയൊക്കെ സ്പർശിക്കുന്നു. നീവി എന്ന് പറഞ്ഞാൽ അവരുടെ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ സ്പർശിക്കുന്നു. സ്തനം എന്ന് പറഞ്ഞാൽ സ്തനങ്ങളിലും ആലപനം ചെയ്യുന്നു. അവര് ആഗ്രഹിച്ച പ്രകാരം അല്ലെ, ഞങ്ങളുടെ കുജങ്ങളെ സ്പർശിച്ച് ഞങ്ങളുടെ ആധി തീർത്ത് തരണേ എന്ന് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണോ സ്പർശിച്ചാൽ അവർക്ക് സന്തോഷമുണ്ടാവുക, രതി ഉണ്ടാവുക, അപ്പോൾ അവരെ രമിപ്പിക്കാനായിക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെയുള്ള ശൃംഗാരഭാവത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് കരങ്ങളിലും അളകങ്ങളെയും ഊരുക്കളെയും നീവിയെയും സ്തനങ്ങളെയും എല്ലാം സ്പർശിക്കുകയും തലോടുകയും ഒക്കെ ചെയ്തു. അതുപോലെ ഭഗവാൻ നർമ്മം പറയുന്നു. തമാശകൾ പലരോടും പല രീതിയിലും പറയുന്നു. നഗാഗ്രപാദം, ഭഗവാന്റെ നഗാഗ്രം കൊണ്ട് അവരുടെ ശരീരത്തിൽ എന്താ പറയുക, ക്ഷതങ്ങൾ ഏൽപ്പിക്കുക, അല്ലെ, മുറിവേൽപ്പിക്കുക മുതലായിട്ടുള്ള രീതിയിൽ നഖം കൊണ്ട് വരയ്ക്കുക മുതലായതൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഇവരുടെ ഉള്ളിൽ രതിയെ ജനിപ്പിച്ചുകൊണ്ട്, അതാണ് ഉത്തംഭയൻ രതിപതിം. രതിപതി എന്ന് പറഞ്ഞാൽ കാമദേവനാണ്. കാമദേവനെ ഉത്തംഭയൻ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലെ കാമദേവനെ ഒന്നുകൂടെ കൂടുതൽ ഉത്തംബിപ്പിച്ചുകൊണ്ട്, ജ്വലിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉദ്ദീപിപ്പിച്ചുകൊണ്ട്. അതുപോലെ പിന്നെന്തൊക്കെ ചെയ്തു? ക്ഷേല്യ അവലോക ഹസിതൈഹി. ശ്വേളി എന്ന് പറഞ്ഞാൽ കേളി തന്നെയാണ്. പലതരത്തിലുള്ള ലീലകൾ, ക്രീഡകളുടെ നൃത്തം, കളി കൊണ്ട്. ക്ഷേല്യ കളികളെ കൊണ്ടും. അവലോക ഹസിതൈഹി, അവലോകം നോട്ടം, ഹസിതം മന്ദഹാസം. അപ്പൊ ഏതൊക്കെ ഭാവങ്ങളെ കൊണ്ട് ഇവിടെ സ്ത്രീകൾക്ക് സന്തോഷമുണ്ടാകുമോ, അവരുടെ ഉള്ളിൽ ആഹ്ലാദം നിറയ്ക്കാൻ പറ്റുമോ, അവരെ രമിപ്പിക്കാൻ പറ്റുമോ, ആ സകലകലാവല്ലഭനായിട്ടുള്ള ഭഗവാൻ അതൊക്കെ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ബാഹുപ്രസാരം, പരിരംഭണം, കര അളക ഊരു നീവി സ്തന ആലപന നർമ്മ നഗാഗ്രപാദൈഹി ക്ഷേല്യ അവലോക ഹസിതൈഹി വ്രജസുന്ദരീണാം രതിപതിം ഉത്തംഭയൻ. ആ വ്രജസുന്ദരികൾക്ക് അവരുടെ ഉള്ളിലെ രതിപതിയെ, കാമദേവനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് രമയാഞ്ചകാര, അവരെ രമിപ്പിച്ചു, സന്തോഷിപ്പിച്ചു എന്നർത്ഥം. അപ്പോ ഭഗവാൻ ആകെ കൂടി ഒരാളെ ഉള്ളൂവെങ്കിൽ ഇത്രയും സംഖ്യകളുള്ളതായിട്ടുള്ള സ്ത്രീകളെ എങ്ങനെ ഒരേ സമയം സന്തോഷിപ്പിക്കാൻ പറ്റും? അപ്പൊ അത് തന്നെയാണ് ഇവിടെയുള്ള യോഗേശ്വര ഭാവം, യോഗേശ്വരേശ്വര. അപ്പൊ ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ടാവും ഭഗവാൻ എൻ്റെ കൂടെയാണ്, ഭഗവാൻ എന്നെയാണ് സന്തോഷിപ്പിക്കുന്നത് എന്ന്.
അല്ലെങ്കിൽ കഷ്ടമായിപ്പോയനെ ഈ ഒരാൾ ഇത്രയും ആയിരക്കണക്കിന് ഗോപികമാരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? അപ്പൊ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. ഭഗവാൻ എല്ലാവരുടെ നേർക്കും കൈകൾ നീട്ടാനും എല്ലാവരെയും തലോടാനും എല്ലാവരുടെ അളകങ്ങളെ ഒതുക്കി കൊടുക്കാനും അല്ലെ കൈകളെ സ്പർശിക്കാനും ഒക്കെ ഭഗവാൻ ഒരേ സമയം സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ യോഗമായ തന്നെയാണ്, യോഗേശ്വരേശ്വരത്വം തന്നെയാണ്. അല്ലാതെ ഇതൊരു പ്രാകൃത പുരുഷന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല. ഇതൊന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ ഈ ലീലകൾ ഓരോന്നും ഭഗവാൻ ഒരു പ്രാകൃത പുരുഷനല്ല എന്ന് കാണാൻ കഴിയും നമുക്ക്. നമ്മുടെ ബുദ്ധി നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മതി. വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് പകരം നല്ല രീതിയിൽ ചിന്തിക്കുക. ബാഹുപ്രസാര പരിരംഭകരാളകോരു നീവീസ്തനാലബന നർമ്മനഗാഗ്രപാദൈ ശേല്യാവലോകഹസിതൈർവ്രജസുന്ദരീണാം ഉത്തംഭയൻ രതിപതിം രമജാഞ്ചകാരം. ഏവം ഭഗവത കൃഷ്ണാത് ലബ്ധമാനാ മഹാത്മനഃ ആത്മാനം മേനിരേ സ്ത്രീണാം മാനിന്യോഭ്യധികം ഭുവി. ഏവം ഭഗവത കൃഷ്ണാത് ലബ്ധമാനാ മഹാത്മനഃ ആത്മാനം മേനിരേ സ്ത്രീണാം മാനിന്യോഭ്യധികം ഭുവി. ഇപ്പൊ ഭഗവാൻ ഇങ്ങനെ ഗോപികമാരെ സന്തോഷിപ്പിച്ചതായിട്ടുള്ള സമയത്ത് ഓരോരുത്തർക്കും തോന്നി ഭഗവാൻ എൻ്റെ കൂടെയാണ്, ഭഗവാൻ എന്നെയാണ് സന്തോഷിപ്പിക്കുന്നത്, ഞാൻ കേമി ആയതുകൊണ്ടാണ്, എനിക്ക് സൗന്ദര്യം കൂടുതലുള്ളത് കൊണ്ടാണ് ഭഗവാൻ എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ഒരു തരം മതം അവർക്ക് ഉണ്ടായി. അതാണ് ഇവിടെ ഏവം ഭഗവതഃ കൃഷ്ണാത് ലബ്ധമാന മഹാത്മനഃ. ഏവം മഹാത്മനഃ ഭഗവതഃ കൃഷ്ണാത്. മഹാത്മാവായ ഭഗവാൻ ഐശ്വര്യ പരിപൂർണനായിരിക്കുന്ന കൃഷ്ണനിൽ നിന്ന് ലബ്ധമാനാഹ മാനം ലഭിച്ചവരായിട്ട്. മാനം എന്ന് പറഞ്ഞാൽ ആദരവ്, പൂജ. അപ്പൊ ബഹുമാനം ലഭിച്ചു. ഭഗവാൻ ഇവരെയൊക്കെ അംഗീകരിച്ചിരിക്കുന്നു, ഇവരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അത് കിട്ടിയവരായിട്ടുള്ള ലബ്ധമാനാഹ മാനിന്യഹ. ഇവർ സ്വയം മാനിനികളാണ്. മാനിനി എന്നാൽ പൊതുവെ സ്ത്രീ എന്ന് പറയുമെങ്കിലും ഇപ്പൊ മാനം ലഭിച്ചവർ. സ്ത്രീകൾ പൂജാർഹരാണ്. ഇവർ ഭഗവാനിൽ നിന്ന് തന്നെ പൂജ ലഭിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സ്വയം ആ മാനിനികളായിക്കൊണ്ട് ഉത്തമ സ്ത്രീകളാണെന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് ഭുവി സ്ത്രീണാം ആത്മാനം അഭ്യധികം മേനിരേ. ഭുവി ഈ ഭൂമിയിലുള്ളതായിട്ടുള്ള സ്ത്രീണാം മധ്യേ സ്ത്രീകളുടെ ഇടയിൽ ആത്മാനം ഞാനാണ് അഭ്യധികം ഏറ്റവും ശ്രേഷ്ഠ എന്ന് മേനിരേ എന്ന് മനിച്ചു കരുതി എന്നർത്ഥം. അപ്പൊ ഭൂമിയിലുള്ള സ്ത്രീകളിൽ വെച്ച് ശ്രേഷ്ഠയാണ് താൻ, ഭാഗ്യവതിയാണ് എന്നുള്ള വിനയത്തെക്കാൾ ഞാൻ ശ്രേഷ്ഠയാണ് എന്നുള്ളതായിട്ടുള്ള മാനമാണ് അവർക്ക് ഉണ്ടായത്. അല്ലേ? മറ്റത് ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഭഗവാന്റെ ഒരു കാരുണ്യം, നമ്മളുടെ ഒരു പുണ്യാധിക്യം, ഭാഗ്യം എന്ന് കരുതുന്നതിന് പകരം ഞങ്ങൾ ശ്രേഷ്ഠകളാണ്, അതുകൊണ്ടാണ് ഭഗവാൻ ഞങ്ങൾക്ക് വിധേയനായിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത കുറച്ചു നേരത്തേക്ക് അവരുടെ ഉള്ളില് ഉണ്ടായി. ഇതൊരു ആധ്യാത്മിക സാധകന്മാർക്കുള്ള ഒരു മാർഗദർശനമാണിത്. നമ്മൾക്കൊക്കെ തന്നെ ആധ്യാത്മിക സാധനയിൽ നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ സാധനകൾ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും, സിദ്ധികളൊക്കെ ഉണ്ടാവും. ആ സിദ്ധികളൊക്കെ വന്നു ചേരുമ്പോഴേക്കും നമുക്ക് മാനം വർദ്ധിച്ചു വരും. സിദ്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അണിമ, മഹിമ, ലഹിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം മുതലായിട്ടുള്ള ആ സിദ്ധികളല്ല. അതല്ലാതെ തന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുക, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുക, നമ്മൾ പറയുന്നതൊക്കെ സത്യമായി തീരുക, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നല്ല വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതിൽ സന്തോഷം ഉണ്ടാവുക, ധാരാളം ധനം വന്നു ചേരുക,
സമൃദ്ധി, എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള സമൃദ്ധി ഉണ്ടാവുക, ഇതൊക്കെ ഈശ്വരോപാസനയുടെ ഫലമായിട്ട് വന്നു ചേരും. അങ്ങനെ വന്നു ചേരുമ്പോൾ ഈ ഒരു ഐശ്വര്യം, ഈ ഗുണങ്ങൾ, ഈ ദൈവീ സമ്പത്ത്, ഇതൊക്കെ അല്പം മാനം ഉണ്ടാക്കാൻ ഇടയാക്കും. ഞാൻ കൊള്ളാലോ, ഞാൻ മോശമില്ല, എൻ്റെ സാധനയുടെ ഫലമാണിതെല്ലാം, അപ്പം ഞാൻ വേണ്ട പോലെ സാധന ചെയ്തിട്ടുണ്ട്, ഞാൻ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ഫലം ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നു, ഇനി ഇതൊന്നും എന്നെ വിട്ട് പോവില്ല, നഷ്ടപ്പെടില്ല എന്നുള്ളതായിട്ടുള്ള ചില അഭിമാനഭാവം വരും. അപ്പോൾ ഭഗവാൻ പരീക്ഷിക്കും. ഇങ്ങനെ അഭിമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ കേമനാണ്, എനിക്കിതെല്ലാം ഇനി വന്നു ചേരും, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും ഈ ഐശ്വര്യമെല്ലാം എന്ന് ആരെങ്കിലും, ഏതെങ്കിലും സാധകൻ വിചാരിച്ചാൽ അവന് പതനം സംഭവിക്കും. അവൻ ഈശ്വരന്റെ പാദത്തിൽ നിന്നുള്ള പിടി അയയും, അല്ലേ? അവൻ സ്വന്തം ഇതിൽ അഭിരമിക്കുകയാണ്. തൻ്റെ കേമത്വത്തിൽ ഇങ്ങനെ അഭിരമിക്കുമ്പോൾ അറിയാതെ കൈകൾ ഊർന്നു പോകും. ഭഗവാനെ പിടിച്ചിരുന്ന കൈകൾ ഊർന്നു പോവുകയും തന്നിമിത്തം പതിക്കുകയും ചെയ്യും. അങ്ങനെ എത്രയോ സാധകന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ കാലത്തും ഇത് പ്രകൃതിയിലുള്ളതാണ്. അതുകൊണ്ട് ജാഗ്രത 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 എന്നാണ് ഗുരുക്കന്മാര്, ശാസ്ത്രങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. നിങ്ങൾ ഈശ്വര ആരാധന ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കേമത്വം വന്നു ചേർന്നാലും അത് ഈശ്വര കാരുണ്യമാണ്. ഇതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം, ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല ഇത്രയും അധ്വാനിച്ചത്, അല്ലേ? ചില നിസ്സാര കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോഴേക്കും എല്ലാം കിട്ടി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്നായി മാറും. ചിലപ്പോൾ ലക്ഷ്യത്തിലെത്തി എന്ന് തന്നെ വിചാരിക്കും. ലക്ഷ്യം ഇനിയും എത്രയോ അകലെയായിരിക്കാം. ചില നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ കിട്ടിയിട്ടുള്ളൂ, അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാം. അതല്ല തൻ്റെ ലക്ഷ്യം, അതല്ല തൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശ്യം. താൻ ഈശ്വരാരാധന ചെയ്തത് ഈ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പിന്നെയോ ആത്മജ്ഞാനം നേടാൻ വേണ്ടിയാണ്, മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഉള്ളിൽ ഉറപ്പ് വേണം. അതല്ലാതെ ഭ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ മുക്തനായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി എനിക്കൊന്നും വേണ്ട, ആരെയും ഉപാസിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള മട്ടിലുള്ള അഹങ്കാരം വന്നു ചേരും. അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടാണ് ഇവിടെ. അത്ര സൂക്ഷ്മമാണ് നമ്മുടെ മനസ്സിന്റെ കളികൾ. ഇവിടെയും ഗോപികമാരുടെ മനസ്സും ആ രീതിയിൽ ഒന്ന് മറന്നു, ഒരു ആവരണം കൊണ്ട്, അല്ലേ, കാര്യങ്ങളൊക്കെ മറന്നു എന്നർത്ഥം. ഭഗവാന്റെ കാരുണ്യമാണ്, ഭഗവാൻ സദയം ആണ് തങ്ങളെ രമിപ്പിക്കുന്നത് എന്ന് മറന്ന് നമ്മളുടെ കേമത്വം കൊണ്ടാണ് ഭഗവാൻ നമ്മളുടെ കൂടെ ഇരിക്കുന്നത്. ഇവർക്കൊക്കെ ചിലപ്പോഴൊക്കെ ഇനിയും പറയാൻ കൊണ്ടുവരും. ഭ്രമരഗീതത്തിലൊക്കെ ഉദ്ധവൻ കേൾക്കാൻ വേണ്ടി ആ വണ്ടിനെ നോക്കി ചീത്ത പറയുന്നതായിട്ടുള്ള സമയത്ത് ഇവര് പറയുന്നുണ്ട്, ഓ കള്ളൻ, ഞങ്ങളുടെ ഇന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടി, അടുത്ത, അല്ലെ, വണ്ടുകൾ എങ്ങനെയാണോ ഓരോ പൂവിലും ചെന്ന് തേൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൂവിലേക്ക് തേൻ കുടിക്കാനായിട്ട് പോകുന്നത്, അതുപോലെ ഞങ്ങളുടെ ഇന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞ പിന്നെ അടുത്ത പൂവുകളെ തേടിപ്പോയി, മധുരാപുരിയിലുള്ള സുന്ദരികളുടെ പുറകെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പരിഭവം പറയുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇവർക്ക് പരിപൂർണ ജ്ഞാനനിഷ്ഠ ഉണ്ടാവാൻ പോകുന്നത് സമന്ത പഞ്ചകം എന്ന ആ കുരുക്ഷേത്രത്തിലെ തീർത്ഥസ്ഥാനത്ത് വെച്ച് ഭഗവാനുമായിട്ട് ഒരു 3 മാസക്കാലം സമാഗമിക്കുന്നതായിട്ടുള്ള വേളയിൽ ഭഗവാൻ അവർക്ക് വീണ്ടും ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരുടെ ഉള്ളിലുള്ളതായിട്ടുള്ള സകല അജ്ഞാനത്തെയും ദൂരീകരിച്ച് അവർക്ക് ശാശ്വതമായിട്ടുള്ള ആ ഒരു ജ്ഞാനനിഷ്ഠ അപ്പോഴാണ് കൊടുക്കുന്നത്. അതുവരെ ഇവരുടെ ഉള്ളിൽ അല്പാൽപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. ദേഹഭാവം, അഭിമാനങ്ങൾ, പരിഭവങ്ങൾ, രാഗദ്വേഷങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും. പരമസാത്വികകളാണ്, ഭക്തോത്തമകളാണ്, എങ്കിലും അവർ ഇതിന് വിധേയരാണ്. കാരണം അവരുടെ ഉള്ളിലുള്ള ഒരു
അജ്ഞാനം പരിപൂർണമായി നീങ്ങിയിട്ടില്ല. അവര് ആത്മജ്ഞാനത്തിന് പൂർണ്ണമായി പാത്രീഭവിച്ചിട്ടില്ല. അവർക്ക് ആ ബ്രഹ്മനിഷ്ഠ നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉദ്ധവദൂതും അത് കഴിഞ്ഞ് ഭഗവാനെ കാണുന്നത് വരെയും. ആ കുരുക്ഷേത്രത്തിൽ വെച്ച് സമന്ത പഞ്ചകത്തിൽ വെച്ച് ഭഗവാൻ അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും ഭഗവാന്റെ സാന്നിധ്യവും അനുഗ്രഹവും, അപ്പോഴാണ് അവർ പരിപൂർണമായിട്ട് ബ്രഹ്മനിഷ്ഠയെ പ്രാപിക്കുന്നത്. അതിനുശേഷം പിന്നെ അവരുടെ കഥ പറഞ്ഞിട്ടില്ലല്ലോ. ആ തലത്തിലേക്ക് അവരെ പടിപടിയായിട്ട് ഭഗവാൻ ഉയർത്തിക്കൊണ്ടുപോയതാണ്. അപ്പോ ഇവരുടെ ഉള്ളില് എപ്പോഴും കൃഷ്ണന് തങ്ങളിൽ നിന്ന് എന്തോ ലാഭമുണ്ട് എന്നുള്ള ചിന്ത അത് വെണ്ണ കക്കുമ്പോഴും ഉണ്ടായിരുന്നു, അല്ലേ? ഇവർ കൊടുത്താലേ ഭഗവാന് വെണ്ണ കിട്ടുള്ളൂ എന്ന മട്ടിലുള്ള അജ്ഞാനമെല്ലാം അവർക്കുണ്ടായിരുന്നു. ഈ ലോകത്തിൽ മുഴുവൻ സകല സമ്പത്തും ഉണ്ടാക്കിയിരിക്കുന്നത് ഭഗവാൻ, പശുക്കളെ ഉണ്ടാക്കിയത് ഭഗവാൻ, പശുക്കൾക്ക് ചുരക്കാനുള്ള കഴിവുണ്ടാക്കിയത്, പാലുണ്ടാക്കിയത്, പാലിൽ നിന്ന് തൈരും വെണ്ണയും ഉണ്ടാക്കാനുള്ള പ്രകൃതി നിയമങ്ങൾ എല്ലാം ആരുടേതാണ്? ഭഗവാന്റേതാണ്. ആ ഭഗവാന് വെണ്ണ വേണമെങ്കിൽ, എത്ര വെണ്ണ വേണമെങ്കിൽ സ്വയം സങ്കല്പിച്ചാൽ കഴിക്കാം, അല്ലേ? ഇവരുടെ ആരുടെയെങ്കിലും കട്ട് തിന്നേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ അവർ വിചാരിച്ചു നമ്മൾ കൊടുത്തതോ നമ്മളുടെ ഇന്ന് കട്ട് നിന്നതോ ആണ് മൂപ്പര് വിശപ്പടക്കിയത്. അപ്പൊ അങ്ങനെ ഇവരുടെ ഉള്ളിലുള്ള അഭിമാനം ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ ഒരു സാധാരണക്കാരനായിട്ട് തോന്നും. ഭഗവാന്റെ ആ ഒരു ഐശ്വര്യത്തെ മറന്നുകൊണ്ട് നമ്മളുടെ ഇടയിലുള്ള ഒരാള് എന്നുള്ള ചിന്ത ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് പൊങ്ങി വരും. ഇത് സാധകന്മാർക്കുണ്ടാകുന്ന ഈ വ്യത്യാസങ്ങൾ തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഏവം ഭഗവത കൃഷ്ണാത് ലബ്ധമാനാ മഹാത്മനഃ ആത്മാനം മേനിരേ സ്ത്രീണാം മാനിന്യോഭ്യധികം ഭുവി. ഇപ്രകാരം മഹാത്മാവായ ഐശ്വര്യ പരിപൂർണനായിരിക്കുന്ന കൃഷ്ണനിൽ നിന്ന് ലബ്ധമാനാഹ മാനം ലഭിച്ച, സൽക്കാരം ലഭിച്ചവരായിട്ടുള്ള മാനിന്യഃ ആ സ്ത്രീകൾ, ഭുവി സ്ത്രീണാം ആത്മാനം അഭ്യധികം മേനിരേ, ഭൂമിയിലുള്ള സ്ത്രീകളിൽ വെച്ച് ഞാനാണ് അധികമായിട്ടുള്ളവൾ, ശ്രേഷ്ഠയായിട്ടുള്ളവർ എന്നുള്ള മാനം അവർക്ക് ഉണ്ടായി എന്നർത്ഥം. അപ്പോഴോ താസാം തത് സൗഭഗമതം വീക്ഷ്യമാനം ച കേശവഃ പ്രശമായ പ്രസാദായ തത്രൈവാന്തരധീയത. താസാം തത് സൗഭഗമതം വീക്ഷ്യമാനം ച കേശവഃ പ്രശമായ പ്രസാദായ തത്രൈവാന്തരധീയത. താസാം അവരുടെ, ആ ഗോപികമാരുടെ, തത് സൗഭഗമതം വീക്ഷ്യ, ആ സൗഭഗമതം, സൗഭഗം എന്നാൽ സൗന്ദര്യം. അപ്പൊ സൗന്ദര്യം കൊണ്ടുള്ള മതം അഹങ്കാരം. ഞങ്ങളൊക്കെ സുന്ദരികളാണ്, ആ സുന്ദരികളായിട്ടുള്ള ഞങ്ങളുടെ ആധിക്യത്തിൽ ഭ്രമിച്ചാണ് ഭഗവാൻ നമ്മുടെ കൂടെ കഴിയുന്നത്, നമ്മളെ രമിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാനാണ് നമ്മളിലാണ് രമിക്കുന്നത് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ആ മതം സൗഭഗമതം. തത് സൗഭഗമതം വീക്ഷ്യ, അത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട്, അതുപോലെ മാനം ച, അവരുടെ ആ മാനം, ഗർവം, അഭിമാനം, അപ്പൊ അവരുടെ ദേഹാഭിമാനം ഉണ്ടായി അവർക്ക്. ആ മാനം ച വീക്ഷ്യ കേശവഃ എന്നുള്ള ഭഗവാനെ പറഞ്ഞു. കേശവഃ, കേശവഃ എന്ന് പറഞ്ഞാല് ബ്രഹ്മദേവനെയും ഈശനെയും, കഹ എന്നുള്ള ശബ്ദം കൊണ്ട് ബ്രഹ്മ, ഈശഃ, മഹാദേവഃ രണ്ടുപേരെയും ആരാണോ വശത്താക്കിയിരിക്കുന്നത്, കഹ ഈശഃ വശേ യസ്യ, ബ്രഹ്മദേവനും മഹാദേവനും ആരുടെ വശത്താണോ, ആരാണോ നിയന്ത്രിക്കുന്നത്, അല്ലേ? ഐശ്വര്യം, ശങ്കരാദീശ്വര വിനിയമനം, അങ്ങനെയുള്ള ആ കേശവൻ, എല്ലാറ്റിന്റെയും നിയന്താവായിട്ടുള്ള ആ കേശവൻ ഇവരുടെയും ഐശ്വര്യത്തെ, ഇവരുടെയും മതത്തെ അടക്കാൻ തീരുമാനിച്ചു. ഭഗവാൻ അത് നിസ്സാരമാണ്, അല്ലെ? മഹാദേവനെയും ബ്രഹ്മദേവനെയും നിയന്ത്രിക്കുന്ന ഒരാൾക്ക് ഈ അബലകളായുള്ള സ്ത്രീകളുടെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ നല്ല പ്രയാസമുണ്ടോ? ഭഗവാൻ അതിനൊരു ചെറിയ സങ്കല്പം ചെയ്തു. അതാണ് പ്രശമായ പ്രസാദായ തത്രൈവ അന്തരതീയത. പ്രശമായ, അവരുടെ ആ മാനത്തിന്റെ പ്രശമത്തിനായിക്കൊണ്ട്,
മാനം ശമിക്കാനായിക്കൊണ്ട്, അഭിമാനം ശമിക്കാൻ, മതം ശമിക്കാനായിക്കൊണ്ട്, പ്രസാദായ അവരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട്. അവരുടെ മാനം ശമിച്ചാലേ അവർക്ക് അനുഗ്രഹം സ്വീകരിക്കാനുള്ള പാത്രത ഉണ്ടാവുള്ളൂ, അല്ലേ? ഒരു അഴുക്ക് പിടിച്ച പാത്രത്തില് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കൊടുക്കുവോ? നമ്മളിപ്പോൾ ഒത്തിരി നല്ല പാലട പ്രഥമൻ ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു, അപ്പോഴാണ് അയാളൊരു അഴുക്ക് പിടിച്ചൊരു പാത്രമായിട്ട് വരുന്നത്. നിങ്ങൾ കൊടുക്കുവോ? ചീത്ത പറഞ്ഞ അയക്കും. പോയി നല്ലോണം കഴുകിയിട്ട് വരൂ പാത്രം കഴുകിയിട്ട് വന്നാൽ ഒഴിച്ചു തരാന്ന് പറയും. അപ്പം അതുപോലെയാണ് ഗുരുക്കന്മാര് ശിഷ്യന്മാരെ ശാസിക്കും. എന്തിനാ? അവർക്ക് ശുദ്ധി ഉണ്ടാവാൻ വേണ്ടി, അവർ യോഗ്യരായി തീരാൻ വേണ്ടി. അപ്പൊ അതുപോലെയാണ് ഇവിടെ ഭഗവാനും ഇവരെ ആദ്യം അവരുടെ അഹങ്കാരം ശമിപ്പിച്ച് ആ കറ കളഞ്ഞ ശേഷം, അവർ യോഗ്യരാക്കിയതിനു ശേഷം അവരെ അനുഗ്രഹിക്കുകയാണ്. പ്രസാദായ, അനുഗ്രഹിക്കാൻ തന്നെയാണ് ഉദ്ദേശ്യം. തത്രൈവ അന്തരദീയത, ഭഗവാൻ അവിടെ തന്നെ അന്തർദാനം ചെയ്തു. വേറെ എവിടേക്ക് ഓടിപ്പോയൊന്നുമില്ല. ഓടിപ്പോകണം പിന്നാലെ പോവായിരുന്നു അവർക്ക്, അല്ലെ? ഓടുന്നത് കണ്ടു കഴിഞ്ഞാൽ പുറകെ പോകാമായിരുന്നു. ഇവിടെ അന്തരദീയത എന്നാണ്, അന്തർദാനം ചെയ്തു. ഇപ്പോ യോഗേശ്വരേശ്വരനായിട്ടുള്ള ഭഗവാന് അന്തർദാനം ചെയ്യാൻ വല്ല പ്രയാസമുണ്ടോ? അപ്പൊ അതും ഇവിടെ ആ ഭഗവാന്റെ യോഗേശ്വരത്വത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാൻ മറ്റ് പ്രാകൃത പുരുഷന്മാർ ഓടുന്ന പോലെ ഓടുകയല്ല ചെയ്തത്, നിന്നിടത്ത് കാണാതെയായി. ഭഗവാന്റെ മായ കൊണ്ട് ഭഗവാൻ സ്വീകരിച്ചിരുന്ന രൂപത്തെ തൽക്കാലം മറച്ചു. ഇപ്പോ ഇവര് പെരുവഴിയിലായി, അല്ലേ? ഇനിയാണ് ഇവരുടെ ആ ഗർവമെല്ലാം ശമിച്ച് അഹങ്കാര ലേശമില്ലാതെ ഉന്മത്ത അവസ്ഥയെ പ്രാപിച്ച് വല്ല ഭ്രാന്തികളെ പോലെ ഒരു അഭിമാനവുമില്ലാതെ, ദേഹാഭിമാനം ലേശമില്ലാതെ, മറ്റൊരു തരത്തിലുള്ള അഭിമാനവുമില്ലാതെ അവർ അലഞ്ഞു തിരിയുന്ന രംഗം നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണാം. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ അവരെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ച്, അവരുടെ ഗർവം ശമിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അവിടെ തന്നെ അന്തർദാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡാവർണ്ണനം നാമ 39-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. നിങ്ങൾ ഇരിക്കാൻ വന്നല്ലേ? അല്ലേ? ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോളൂ? ആയിരിക്കും. കുറച്ചുകൂടി ഉണ്ട്. 12:30, 12:45 വരെ എടുക്കും. നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കിടക്കാം. അടുത്ത അധ്യായം 45 ശ്ലോകങ്ങളുള്ള അധ്യായമാണ്. 35-ാം അധ്യായം. ഇപ്പൊ നമ്മൾ മുഴുവൻ വായിക്കുന്നില്ല. ഇപ്പൊ ഒരു 10 ശ്ലോകങ്ങൾ വായിക്കാം, എന്നിട്ട് പറയാം. വൈകുന്നേരം നമുക്ക് ഒന്നിച്ച് മുഴുവൻ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 30-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അന്തർഹിതേ ഭഗവതി സഹസൈവ വ്രജാംഗനാഃ അതപ്യന്തം അചക്ഷാണാഃ കരിണ്യൈവ യൂഥപം. ഗദ്യാനുരാഗസ്മിത വിഭ്രമീക്ഷിതൈഃ മനോരമാലാപവിഹാര വിഭ്രമൈഃ ആക്ഷിപ്തചിത്താഃ പ്രമദാരമാപതേ താസ്താ വിചേഷ്ടാ ജഗൃഹുസ്തദാത്മികാഃ. ഗതിസ്മിതപ്രേക്ഷണഭാഷണാദിഷു പ്രിയാഃ പ്രിയസ്യ പ്രതിരൂഢമൂർത്തയഃ അസാവഹം ദിത്യബലാസ്തദാത്മികാ നിവേദിഷു കൃഷ്ണവിഹാര വിഭ്രമാഃ. ഗായന്ത്യ ഉച്ചൈർ അമുമേവ സംഹതാഃ വിജിക്യുരുന്മത്തകവദ്വനാദ്വനം പപ്രച്ചുരാകാശവദന്തരം ബഹിഃ ഭൂതേഷു സന്തം പുരുഷം വനസ്പതീൻ. ദൃഷ്ടോ വഃ കശ്ചിദശ്വത്ത
പ്ലക്ഷ നിഗ്രോധ നോ മനഃ നന്ദസൂനുർഗതോ ഹൃത്വാം പ്രേമഹാസാവലോകനൈഃ കച്ചിത് കുരബകാശോകനാഗപുന്നാഗചമ്പകാഃ രാമാനുജോ മാനിനീനാം ഇതോ ദർപ്പഹരസ്മിതഃ കച്ചിത് തുളസി കല്യാണി ഗോവിന്ദചരണപ്രിയേ സഹത്വാളികുലൈർബിഭ്രത് ദൃഷ്ടസ്തേതിപ്രിയോച്യുതഃ മാലത്യദർശിവ കച്ചിത് മല്ലികേ ജാതിയൂധികേ പ്രീതിം വോജനയൻ യാതഃ കരസ്പർശേന മാധവഃ ചൂതപ്രിയാളവനസാസനകോവിദാരജംബുർക്കബില്വബകുളാമ്രകദംബനീപാഃ യേന്യേ പരാർത്തഭവഗാ യമുനോപകൂലാഃ ശംസന്തു കൃഷ്ണപദവീം രഹിതാത്മനാം നഃ കിം തേ കൃതം ക്ഷിതി തപോപത കേശവാംഘ്രിസ്പർശോത്സവോത്പുളകിതാംഗരുഹൈർവിഭാസി അപ്യംഘ്രി സംഭവ ഉരുക്രമ വിക്രമാദ്വാ ആഹോ വരാഹവപുഷഃ പരിരംഭണേന. 14 ശ്ലോകം വരെ വായിക്കാം. എന്നുവെച്ചാൽ ആ ഗോപികമാര് വനത്തിലുള്ള വൃക്ഷലതാദികളോടും പക്ഷി മൃഗാദികളോടും ഒക്കെ അന്വേഷിക്കുന്ന അന്വേഷണമാണ്. അത് 5 മുതൽ 14 വരെയുള്ള 9 ശ്ലോകങ്ങളാണ്. അപ്യേണ പത്ന്യുപഗത പ്രിയയേഹ ഗാത്രൈഃ തന്വൻദൃശാം സഖി സുനിർവൃതിമച്യുതോവഃ കാന്താംഗസംഗകുചകുങ്കുമരഞ്ജിതായാഃ കുന്ദസ്രജ കുലപതേരിഹ വാതി ഗന്ധഃ ബാഹും പ്രിയാം സൗപധായ ഗൃഹീത പദ്മോ രാമാനുജസ്തുളസികാളികുലൈർമദാന്ധൈഃ അന്മീയമാനൈഃ വസ്തരവഃ പ്രണാമം കിം വാഭിനന്ദതി ചരൻ പ്രണയാവലോകൈഃ പൃച്ഛതേ മാലതാ ബാഹൂനപ്യാശ്ലിഷ്ടാ വനസ്പതേഃ നൂനം തത്കരജസ്പൃഷ്ടാ ബിഭ്രത്യുത്പുളകാന്യഹോ ഇത്യുന്മത്തവചോ ഗോപ്യഃ കൃഷ്ണാന്വേഷണകാതരാഃ ലീലാ ഭഗവതസ്താസ്താഃ അനുചക്രുസ്തദാത്മികാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇപ്പോൾ 30-ാം അധ്യായം 45 ശ്ലോകങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 14 ശ്ലോകങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. നമുക്ക് കാണാം. ശ്രീശുക ഉവാച അന്തർഹിതേ ഭഗവതി സഹസൈവ വ്രജാംഗനാഃ അതപ്യന്തം അചക്ഷാണാഃ കരിണ്യൈവ യൂഥപം. ശ്രീശുക ഉവാച അന്തർഹിതേ ഭഗവതി സഹസൈവ വ്രജാംഗനാഃ അതപ്യന്തം അചക്ഷാണാഃ കരിണ്യൈവ യൂഥപം. ശ്രീശുക ബ്രഹ്മർഷി രാസക്രീഡാ വർണ്ണനം തുടരുകയാണ്. അന്തർഹിതേ ഭഗവതി, ഭഗവതി അന്തർഹിതേ സതി. ഇവിടെ ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സപ്തമി ഭഗവതി. അപ്പൊ ഭഗവതി അന്തർഹിതേ സതി, സതി സപ്തമി എന്ന പ്രയോഗമാണ്. ഭഗവാൻ അന്തർദാനം ചെയ്തപ്പോൾ, ഭഗവാൻ അന്തർദാനം ചെയ്തു എന്ന് പറഞ്ഞു, പെട്ടെന്ന് കാണാതെയായി. അങ്ങനെയുള്ള സമയത്ത് സഹസായേവ വ്രജാംഗനാഃ അതപ്യൻ, സഹസായേവ പെട്ടെന്ന് തന്നെ, ഉടനെ തന്നെ. അവിടെ സഹസ എന്നുള്ളത് സഹസാ അന്തർഹിതേ എന്നും പറയാം. പെട്ടെന്ന് അദൃശ്യനായപ്പോൾ, ഭഗവാൻ പെട്ടെന്ന് അദൃശ്യനായപ്പോൾ ആ വ്രജാംഗനാഃ ഗോപികമാര് അതപ്യൻ, അതപ്യൻ എന്ന് പറഞ്ഞാൽ തപിച്ചു, വല്ലാത്ത താപത്തെ പ്രാപിച്ചു. എന്തുകൊണ്ട്? തം അചക്ഷാണാഃ, തം കൃഷ്ണം അചക്ഷാണാഃ. അചക്ഷാണാഃ എന്ന് പറഞ്ഞാൽ കാണാത്തത് കൊണ്ട്, കാണാത്തവരായിട്ട്, ഭഗവാനെ കാണാത്തവരായിട്ട്. ഭഗവാൻ തങ്ങളുടെ മുമ്പിൽ നിന്ന് പെട്ടെന്ന് അന്തർദാനം ചെയ്തപ്പോൾ എവിടെയും കാണാതായിട്ട് കരിണ്യഃ ഇവ അതപ്യൻ ആണ്. യൂതപം, ഇവിടെ യൂതപൻ ആണ്, സംഘപാലകനാണ്, യൂതത്തിന്റെ പതിയാണ് ഭഗവാൻ. അപ്പൊ കരിണ്യഃ യൂതപം അചക്ഷാണാഃ ഇവ. കരിണ്യഃ എന്ന് പറഞ്ഞാല് പിടിയാനകള്,
യൂതപൻ എന്ന് പറഞ്ഞാൽ അവിടെ ഗജേന്ദ്രൻ അല്ലെ, പിടിയാനകൾക്ക് മുഴുവൻ ഒരു കൊമ്പനാന നായകനായിട്ടുണ്ടാവും, ഒരു രക്ഷകനായിട്ടുണ്ടാവും. അപ്പൊ കൊമ്പനാനയുടെ നേതൃത്വത്തിലാണ് ആനക്കൂട്ടങ്ങൾ സഞ്ചരിക്കുക. അപ്പോൾ അവരുടെ ഭർത്തൃസ്ഥാനത്തുള്ള അവരുടെ പാലകനായിരിക്കുന്ന കൊമ്പനാനയെ കാണാതായി കഴിഞ്ഞാൽ പിടിയാനകളൊക്കെ എത്ര തപിക്കും, എത്ര ഭയപ്പെടും, എന്തെല്ലാം ശബ്ദങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കും അല്ലേ. അപ്പൊ അതുപോലൊരു അവസ്ഥയെ ഇവരും പ്രാപിച്ചു. ഗോപികമാര് ഭഗവാനെ കാണാതായ, അവരുടെ നാഥനെ കാണാതായതോടു കൂടിയിട്ട് ഇത്രയും നേരം ഭഗവാന്റെ ബലത്തിലാണ് അവർ മതിച്ചത്. ഇപ്പോ ഇത്രയും പേരൊക്കെ ഉണ്ടെങ്കിലും ഈ അർദ്ധരാത്രിയില് ഈ വൃന്ദാവനത്തിൽ കാളിന്തി തീരത്ത് അവർക്ക് ഒറ്റയ്ക്കായ പോലെ തന്നെ തോന്നി അല്ലേ. എത്ര ആളുണ്ടെങ്കിലും ഭഗവാൻ കൂടെ ഇല്ലെങ്കിൽ അവർക്ക് ഭയമുണ്ടാകും, താപമുണ്ടാകും, എല്ലാ നഷ്ടബോധവും ഉണ്ടാകും. എന്തായാലും എല്ലാം കൊണ്ടും അവര് സങ്കടപ്പെട്ടു എന്ന് വെച്ചാൽ അവരുടെ ഉള്ളു തപിക്കുകയാണ്. ആ താപം തന്നെ ശുദ്ധീകരിക്കാനുള്ള വഴി ഭഗവാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടെസ്റ്റ് ഡോസ് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോ അങ്ങനെ തപിച്ച അവര് പിന്നീട് എന്ത് ചെയ്തു എന്ന് പറയാൻ പോവുകയാണ്. ഗത്യാനുരാഗസ്മിത വിഭ്രമേക്ഷിതൈഹി മനോരമാലാപ വിഹാര വിഭ്രമൈഹി ആക്ഷിപ്തചിത്താഃ പ്രമദാ രമാപതേഃ താസ്താവിചേഷ്ടാ ജഗൃഹുഃ തദാത്മികാഃ. ഗത്യാനുരാഗസ്മിത വിഭ്രമേക്ഷിതൈഃ മനോരമാലാപ വിഹാര വിഭ്രമൈഃ ആക്ഷിപ്തചിത്താഃ പ്രമദാ രമാപതേഃ താസ്താവിചേഷ്ടാ ജഗൃഹുഃ തദാത്മികാഃ. ഇപ്പൊ ഭഗവാൻ അന്തർദാനം ചെയ്തപ്പോൾ അവര് മനസ്സുകൊണ്ട് ഭഗവാൻ എന്തൊക്കെ ചെയ്തുവോ, ഇപ്പോഴും ഇതിനു മുമ്പും ഭഗവാൻ ചെയ്തതായിട്ടുള്ള പല ലീലകളെക്കുറിച്ചും സ്മരിക്കുകയാണ്. അതാണ് ആക്ഷിപ്ത ചിത്താഹ. അവരുടെ ചിത്തം ആക്ഷിപ്തം, വലിച്ചഴക്കപ്പെട്ടു ആ വിഷയത്തിലേക്ക്. ഭഗവാന്റെ സ്മരണകളിൽ ഇങ്ങനെ അവര് വലിച്ചഴക്കപ്പെടും. ഭഗവാനെ മറക്കാൻ അവർക്ക് ആവില്ല. അതുപോലെയുള്ള അനുഭവങ്ങളാണ് അവർക്ക് ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോ എന്തൊക്കെ കൊണ്ട് ആക്ഷിപ്ത ചിത്താഹ ഗത്യ, ഭഗവാന്റെ ആ ഗമനം, സഞ്ചാരം, ഭഗവാന്റെ ആ അല്ലെ മന്ദമായിട്ടുള്ള ഒരു എന്താ പറയുക, ആനക്കുട്ടികൾ നടക്കും പോലെയുള്ളതായിട്ടുള്ളൊരു നടക്കമൊക്കെയാണ് ഭഗവാന്റെ ഗജഗമനം. ശ്രീരാമസ്വാമിയും അങ്ങനെയാണ് നടക്കുക. പലയിടത്തും രാമായണത്തിൽ അത് പറയുകയും ചെയ്യും. അപ്പോൾ ആ ഒരു അല്ലേ ഹംസഗമനം, ഗജഗമനം, കാറ്റ് വാക്കല്ല. ഇന്നത്തെ മോഡേൺ ഫാഷൻ വേൾഡിൽ കാറ്റ് വാക്ക്. ഇവിടെ സിംഹങ്ങളും കാറ്റിന്റെ വർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ കടുവയും സിംഹവും ഒക്കെ നടക്കുന്നതിന് ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ അതിനോട് ഉപമിച്ച് പറയാം. ഇവിടെ ഇപ്പോൾ ഭഗവാൻ ആ ഒരു ഭഗവാന്റെ ഗതി, സഞ്ചാരം അത് ഇവരുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതിങ്ങനെ അവരുടെ മനസ്സിനെ വലിച്ചഴയ്ക്കണം. ഇപ്പൊ ഗത്യാഗമനം കൊണ്ടും അനുരാഗസ്മിത വിഭ്രമൈക്ഷിതൈഹി, ഭഗവാന്റെ ആ അനുരാഗപൂർവമായിട്ടുള്ള സ്മിതം, മന്ദഹാസം, തങ്ങളോടൊക്കെ സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാൻ മന്ദഹസിക്കുന്നതും, അതുപോലെ വിഭ്രമേക്ഷിതൈഹി, ഭഗവാന്റെ വിഭ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ചേഷ്ടകൾ, പലതരത്തിലുള്ളതായിട്ടുള്ള ശൃംഗാര ചേഷ്ടകളും. ഈക്ഷിതം, ഭഗവാന്റെ നോട്ടം, ഇട്ടിട്ടുള്ളതായിട്ടുള്ള നോട്ടം. അപ്പൊ ഇങ്ങനെയുള്ള ഭഗവാന്റെ അനുരാഗം, മന്ദസ്മിതം, വിഭ്രമം, ഈക്ഷിതം, ഇതൊക്കെ കൊണ്ടും മനോരമ ആലാപ വിഹാര വിഭ്രമൈ, മനോരമ ആലാപം, മനോരമം എന്ന് പറഞ്ഞാൽ മനസ്സിനെ രമിപ്പിക്കുന്ന രീതിയിലുള്ള ആലാപനം, സംഭാഷണം. ഭഗവാന്റെ സംഭാഷണം കേൾക്കുന്നവരുടെ മനസ്സിനെയൊക്കെ സന്തോഷിപ്പിക്കുന്നതാണ് അങ്ങനെയുള്ള മനോരമ ആലാപം. അതുപോലെ വിഹാരങ്ങൾ, ഭഗവാന്റെ ഓരോരോ ചേഷ്ടകള്, വിഭ്രമങ്ങൾ, അങ്ങനെയുള്ള അനേക ചേഷ്ടകളെ കൊണ്ടും. വിഭ്രമൈഹി ആക്ഷിപ്ത ചിത്താഹ പ്രമദാഹ. പ്രമദാഹ എന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീകൾ, സുന്ദരികളായ സ്ത്രീകൾ, യൗവനയുക്തകളായിട്ടുള്ള സ്ത്രീകൾ എന്നൊക്കെ അർത്ഥം. പ്രൗഢ ഇതുള്ള ഭാവം പ്രാപിച്ചവരായിട്ടുള്ള സ്ത്രീകള്. ആക്ഷിപ്ത ചിത്താഹ,
വലിച്ചിഴയ്ക്കപ്പെട്ട മനസ്സോടുകൂടി ആകൃഷ്ടരായിട്ട് ആ ഭഗവാനെ മറക്കാൻ പറ്റാത്ത വല്ലാതെ വിക്ഷേപം മനസ്സ് അനുഭവിക്കുന്നതായിട്ട് രമാപതേഹേ താഹാ താഹാ വിചേഷ്ടാഹ തദാത്മികാഹ ജഗൃഹു. രമാപതേഹേ ലക്ഷ്മീപതേഹേ, ലക്ഷ്മീപതിയാണ് ഭഗവാൻ. ആ ലക്ഷ്മീപതിയായ ഭഗവാന്റെ താഹാ താഹാ വിചേഷ്ടാഹ, അതാത് ചേഷ്ടകളെ, ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും അവര് തദാത്മികാഹ, ഭഗവാനുമായി താതാത്മ്യം പ്രാപിച്ച് സ്വയം അവര് ജഗൃഹു എന്ന് വെച്ചാൽ ഗ്രഹിച്ചു എന്ന് പറഞ്ഞാലോ, ഇവര് മിമിക്രി ചെയ്യാൻ തുടങ്ങി എന്നർത്ഥം അല്ലേ. മിമിക്രി, മോണോ ആക്ട് എന്നൊക്കെ പറയും പോലെയുള്ള ആ ഒരു ഭഗവാനെ അതുപോലെ തന്നെ അനുകരിച്ച് കാണിക്കുക, ഭഗവാനുമായി താതാത്മ്യം പ്രാപിച്ച ഭഗവാനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് അവര് ഭഗവത് സ്വരൂപം പ്രാപിക്കുകയാണ് അവിടെ. ഭഗവാനെ ധ്യാനിച്ച് ധ്യാനിച്ച് താതാത്മ്യം പ്രാപിച്ച് ഭഗവാൻ ചെയ്ത ചേഷ്ടകളൊക്കെ അതുപോലെ അനുകരിക്കാനായിക്കൊണ്ട് അവര് ആരംഭിച്ചു എന്നാണ്. തദാത്മികാഹ രമാപതേഹേ വിചേഷ്ടാഹ ജഗൃഹു, അവർ സ്വീകരിച്ചു. അവർ ഓരോരുത്തരും ഇങ്ങനെയാണ് കൃഷ്ണൻ ചിരിക്കുക, ഇങ്ങനെയാണ് കൃഷ്ണൻ സംഭാഷണം ചെയ്യുക, ഇങ്ങനെയാണ് കൃഷ്ണൻ നടക്കുക എന്നൊക്കെ പരസ്പരം പറഞ്ഞ് കാണിക്കാൻ തുടങ്ങി, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അവരുടെ താപത്തെ അവർ ഒരളവില് ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുകയാണ് എന്നർത്ഥം. അപ്പൊ താതാത്മ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞാലോ, ഇപ്പൊ അവിടെ ആകെ കൃഷ്ണനേ ഉള്ളൂ, കൃഷ്ണമയമായി തീർന്നു. ഇവരുടെ അഹങ്കാരം പോയി അല്ലേ. അഹങ്കാരം പോകുന്നതോടുകൂടി ത്രിപുടി നശിക്കും. ധ്യാനത്തില് നമ്മുടെ ആ ധ്യാനിക്കുന്നവൻ എന്നുള്ള ചിന്ത പോണം. ഞാൻ ധ്യാനിക്കുന്നവൻ, ഈശ്വരൻ ധ്യാനിക്കപ്പെടുന്നവൻ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ധ്യാനം. അപ്പൊ എങ്ങനെ ധ്യാന ധ്യാതൃ ധ്യേയ, 3 ഭാവങ്ങളാണ് ത്രിപുടി എന്ന് പറയുന്നത്. ആ ത്രിപുടി ഇല്ലാതാവുന്നതാണ് തന്മയീ ഭാവം. ഭഗവാനുമായി താതാത്മ്യം പ്രാപിച്ചു. അപ്പൊ ആ ഒരു അവസ്ഥയെ ഇവിടെ മറ്റൊരു രീതിയിൽ ആലങ്കാരികമായിട്ട് ഗോപികമാർ ഭഗവാന്റെ തന്മയീ ഭാവം പ്രാപിച്ചുകൊണ്ട് ഭഗവാൻ ചേഷ്ടിച്ച ചേഷ്ടകളൊക്കെ അതുപോലെ അനുകരിച്ചു. എന്നുവെച്ചാൽ അവർക്ക് ദേഹാഭിമാനം പോയി, അവരുടെ അഹങ്കാരം പോയി. ഇപ്പൊ ആകെ ഭഗവാൻ മാത്രം, ധ്യേയ വിഷയമായ ഭഗവാൻ മാത്രം നിറഞ്ഞിരിക്കുന്നു, വേറൊന്നുമില്ല. ഭഗവാൻ ഗീതയിൽ പറയും, ശ്രദ്ധാമയോയം പുരുഷ യോ യത് ശ്രദ്ധ സയേവ സഹ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശ്രദ്ധയ്ക്കനുസരിച്ചവരാണ്. അയം പുരുഷ ശ്രദ്ധാമയ, എന്താണോ നമ്മുടെ ശ്രദ്ധ, യോ യത് ശ്രദ്ധ സയേവ സഹ. ഏതൊരുവൻ ഏതൊരു ശ്രദ്ധയോടുകൂടിയായിരിക്കുന്നുവോ അവൻ അതായിരിക്കുന്നു. ആസ് യു തിങ്ക് സോ യു ബിക്കം എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കുന്നുവോ നിങ്ങൾ അതായി ഭവിക്കുന്നു. ഇപ്പോൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ ടീച്ചറായിട്ട് അഭിനയിക്കും അല്ലേ. ചെടികളെയും പൂക്കളെയും പട്ടിയോടും പൂച്ചയോടും ഒക്കെ വടിയെടുത്ത് പുസ്തകം എടുത്ത് അവിടെ ഇരിക്കെ ഞാൻ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അവര് അഭിനയിച്ച് അവര് ഭാവിയിലും എന്തായിത്തീരും, നല്ല ടീച്ചർമാരായിത്തീരും. അതുപോലെ ഓരോ കുട്ടികളും അവരവരുടേതായിട്ടുള്ള അഭിരുചിയുള്ളതായിട്ടുള്ള കാര്യങ്ങളിൽ ചെറുപ്രായത്തിൽ തന്നെ പ്രവർത്തിച്ച് വലുതാവുമ്പോൾ അതായിത്തീരും. എനിക്ക് എഞ്ചിനീയർ ആവണം എന്ന് ധ്യാനിച്ചാൽ എഞ്ചിനീയർ ആവും, ഡോക്ടർ ആവണം എന്ന് ധ്യാനിച്ചാൽ ഡോക്ടറാവും, പൈലറ്റ് ആവും. യോഗ്യതയും കൂടി ഉണ്ടാവണം, പ്രയത്നവും ഉണ്ടാവണം. യോഗ്യതയും പ്രയത്നവും ഈ സങ്കല്പവും ഉണ്ടാവണം. യോഗ്യതയുണ്ട്, പ്രയത്നമുണ്ട്, പക്ഷെ ദൃഢമായിട്ടുള്ള സങ്കല്പം ഇല്ലെങ്കിൽ ആവില്ല. അപ്പൊ ഇവിടെ ആർക്ക് എന്ത് ശ്രദ്ധയോ അവൻ അതായി തീരുന്നു. ഇവിടെ ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ഭഗവാന്റെ ചേഷ്ടകളെ അവരതുപോലെയൊക്കെ അനുകരിക്കാൻ തുടങ്ങി.
ഗതിസ്മിത പ്രേക്ഷണ ഭാഷണാദിഷു പ്രിയാഃ പ്രിയസ്യ പ്രതിരൂഢമൂർത്തയഃ അസൗ അഹം തു ഇതി അപരാസ്തദാത്മികാഃ ന്യവേദിഷു കൃഷ്ണവിഹാര വിഭ്രമാഃ. ഗതിസ്മിത പ്രേക്ഷണ ഭാഷണാദിഷു പ്രിയാഃ പ്രിയസ്യ പ്രതിരൂഢമൂർത്തയഃ അസൗ അഹം തു ഇതി അപരാസ്തദാത്മികാഃ ന്യവേദിഷു കൃഷ്ണവിഹാര വിഭ്രമാഃ. ആ പ്രിയനായ ഭഗവാന്റെ ഗതി സ്മിത പ്രേക്ഷണ ഭാഷണാദിഷു പ്രതിരൂഢമൂർത്തയഃ. ഭഗവാന്റെ ഗതി, ഭഗവാന്റെ സഞ്ചാരം, ഗമനം. അപ്പൊ ഭഗവാന്റെ ഗമനം, സ്മിതം ഭഗവാന്റെ മന്ദസ്മിതം, പ്രേക്ഷണം ഭഗവാന്റെ നോട്ടം, ഭാഷണം ഭഗവാന്റെ സംഭാഷണം, ആദിഷു മുതലായവകളിൽ പ്രതിരൂഢമൂർത്തയഃ എന്ന് പറഞ്ഞാലോ അവരുടെ ഉള്ളിൽ പ്രതിരൂഢം, ആവേശിതം, ഒരു ഭൂതാവേശം പോലെ കൃഷ്ണാവേശമുണ്ടായി അവരുടെ ഉള്ളിൽ. അല്ലേ? ഓരോരുത്തരുടെ ദേഹത്ത് ഭൂതം കൂടിയിട്ടുണ്ട്, പ്രേതം കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയും പോലെ പ്രഹ്ലാദനെ കുറിച്ച് പറയുമ്പോഴും പറഞ്ഞു, കൃഷ്ണഗ്രഹഗൃഹീതാത്മാ നവേദ ജഗതീദൃശം. കൃഷ്ണനാകുന്ന ഗ്രഹം എന്ന് വെച്ചാൽ ബാധ, ഗൃഹീതാത്മാ ബാധിച്ചതായിട്ടുള്ള ആ ഒരു മനസ്സോടുകൂടി ആ പ്രഹ്ലാദൻ ഈ ദൃശം ജഗത് നവേദ, ചുറ്റുമുള്ള ദിക്ക്, ചുറ്റുമുള്ള ലോകം ഇന്നതാണെന്നുള്ള ഭാവനയെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ലോകബാഹ്യനായിരുന്നു. ലോകത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ എപ്പോഴും ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ നാമം ചൊല്ലി ഭഗവത് പൂജ ചെയ്തുകൊണ്ടൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കളി. ബാല്യത്തിൽ തന്നെ 4-5 വയസ്സിരിക്കുന്ന പ്രഹ്ലാദൻ. ഇപ്പൊ ഇവിടെ ഗോപികമാർക്കും അതേ അവസ്ഥ. പ്രതിരൂഢമൂർത്തയഃ. ഭഗവാൻ അവരുടെ ഉള്ളിൽ ആവേശിച്ചു, അവരുടെ സ്വരൂപത്തിൽ ഭഗവതാവേശം. ഇപ്പൊ അവരുടെ രൂപത്തിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. തന്നെ അവരുടെ സ്ത്രീ ശരീരം മാറി ഒരു കൃഷ്ണഭാവം പ്രാപിച്ചിട്ടുണ്ടാവും. അവർ കൃഷ്ണൻ വസ്ത്രം ഉടുക്കുന്നത് പോലെയും അരയിൽ കച്ച കെട്ടുന്നത് പോലെയൊക്കെ കെട്ടി, തലമുടിയൊക്കെ ഒന്ന് ഭഗവാന്റെ കൊണ്ട കെട്ടും പോലെ കെട്ടി, ഒരു മയിൽപീലിയൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ വെച്ചിട്ടുണ്ട് എന്ന് ഭാവിച്ച്, കയ്യിൽ ഓടക്കുഴലുണ്ട് എന്ന് ഭാവിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ ഭഗവാന്റെ വേഷം. നമ്മുടെ അഷ്ടമി രോഹിണി ദിവസങ്ങളിലൊക്കെ കുട്ടികൾ വേഷം കെട്ടുന്നില്ലേ? എല്ലാം കാണാൻ നല്ല രസമല്ലേ? അപ്പൊ അതുപോലെ ഇവിടെ പ്രതിരൂഢമൂർത്തയഃ, ഭഗവാൻ ആവേശിതമായി അവരുടെ ഉള്ളില്. അങ്ങനെ അവരെ ഭഗവാൻ ടേക്ക് ഓവർ ചെയ്തിരിക്കുക. ഇപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വം നഷ്ടപ്പെട്ടു, എല്ലാം മറന്നു. അങ്ങനെ ഭഗവാന്റെ ഗതി എങ്ങനെയോ അങ്ങനെ ഗമനം, ഭഗവാന്റെ മന്ദസ്മിതം എങ്ങനെയോ അവരങ്ങനെ സ്മിതം ചെയ്യുന്നു, ഭഗവാന്റെ പ്രേക്ഷണം നോട്ടം എങ്ങനെയോ അതുപോലെ, ഭഗവാന്റെ ഭാഷണം എങ്ങനെയോ അതുപോലെ, അങ്ങനെ ആ പ്രിയന്റെ ഭഗവാന്റേത് പ്രിയാഹ പ്രിയകളായി, തദാത്മികാഹ ആ തന്മയികളായി തീർന്നിരിക്കുന്ന അബലാഹ ആ ഗോപ സ്ത്രീകള്, കൃഷ്ണവിഹാര വിഭ്രമാഹ ആ കൃഷ്ണന്റെ വിഹാരം ലീലാവിലാസങ്ങൾ കൊണ്ട്, വിഭ്രമാഹ ആ ചലനങ്ങളോട് കൂടിയവരായിട്ട്, ഒരുതരം ചേഷ്ടകൾ കാണിച്ചുകൊണ്ട്, അപ്പൊ കൃഷ്ണന്റെ വിലാസ ചേഷ്ടകളോട് കൂടിയവരായിട്ട്, അഹം അസൗ ഇതി നിവേദിഷു. അഹം ഓരോരുത്തരും പറയണം, ഞാൻ അസൗ അവൻ തന്നെ, കൃഷ്ണൻ തന്നെ എന്ന് നിവേദിഷു എന്ന് പറഞ്ഞാലോ ചുറ്റുപാടുള്ളവരോടൊക്കെ പറഞ്ഞു, ഞാനാണ് കൃഷ്ണൻ, എന്നെ കണ്ട കൃഷ്ണനെ പോലെ ഇല്ലേ, ഇതാ കൃഷ്ണൻ ഇങ്ങനെയല്ലേ നടക്കുന്നത്, കൃഷ്ണൻ ഇങ്ങനെയല്ലേ നോക്കുന്നത്, കൃഷ്ണൻ ഇങ്ങനെയല്ലേ ചിരിക്കുന്നത്, കൃഷ്ണൻ ഇങ്ങനെയല്ലേ സംഭാഷണം ചെയ്യുന്നത്, കൃഷ്ണൻ ഇങ്ങനെയല്ലേ വസ്ത്രം എടുക്കുന്നത് എന്നൊക്കെ മട്ടില് സ്വയം ഓരോരുത്തരും അഹം അസൗ, അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ എന്നാണ് അർത്ഥം. ഇവൻ എന്നാൽ ഇവിടെ കൃഷ്ണൻ എന്ന അർത്ഥത്തിൽ, ഞാൻ തന്നെ കൃഷ്ണൻ, ഞാൻ തന്നെ കൃഷ്ണൻ എന്ന് പരസ്പരം നിവേദിഷു അവർ അറിയിച്ചു എന്നർത്ഥം. ഒരു എന്താ പറയുക, ഭഗവാന്റെ ചേഷ്ടകളെ കൊണ്ട് അവർ പരസ്പരം പ്രകടിപ്പിച്ച് സന്തോഷിച്ചു എന്നർത്ഥം. ഗതിസ്മിത പ്രേക്ഷണ ഭാഷണാദിഷു പ്രിയസ്യ പ്രതിരൂഢമൂർത്തയഃ
അസാവഹന്തു ഇതി അബലാസ്തദാത്മികാഃ ന്യവേദിഷു കൃഷ്ണവിഹാര വിഭ്രമാഃ ഗായന്ത്യ ഉച്ചൈർ അമുമേവ സംഹതാഃ വിജിക്യുരുന്മത്തകവദ്വനാദ്വനം പപ്രച്ചുരാകാശവദന്തരം ബഹിഃ ഭൂതേഷു സന്തം പുരുഷം വനസ്പതീന ഗായന്ത്യ ഉച്ചൈർ അമുമേവ സംഹതാഃ വിജിക്യുരുന്മത്തകവദ്വനാദ്വനം പപ്രച്ചുരാകാശവദന്തരം ബഹിഃ ഭൂതേഷു സന്തം പുരുഷം വനസ്പതീന. അങ്ങനെ അവര് സംഹതാഹ എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്നവരായിട്ട്, സമ്മേളിച്ചവരായിട്ട്. സംഹതാഹ ഉച്ചൈഹി ഗായന്ത്യ, നല്ല ഉച്ചത്തിൽ അവർ ഗാനം ചെയ്യുന്നുണ്ട്, കൃഷ്ണനെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ പാടുന്നുണ്ട്. ഉന്മത്തകവത് വനാത് വനം അമും ഏവ വിചിക്യു. ഉന്മത്തകവത്, ഉന്മത്തൻ എന്ന് പറഞ്ഞാൽ ഒരു ഉന്മാദം ബാധിച്ചവൻ, ഒരു സാധാരണ അവസ്ഥയല്ല അല്ലേ. ഭ്രാന്ത് കൊണ്ടോ മദ്യപാനാദികൾ കൊണ്ടോ ഒക്കെ ഉന്മത്തരാവാറുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചൊക്കെ ഉന്മാദം ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു ഉന്മാദാവസ്ഥയെ, ദേഹാഭിമാനമില്ലാതെ ബാഹ്യ ചിന്തയൊന്നും അധികമില്ലാതെ ഒരു വല്ലാത്തൊരവസ്ഥ, ആ ഉന്മത്ത ഭ്രാന്തുള്ള അവസ്ഥയെ പോലെ വനാത് വനം അമും ഏവ വിചിക്യുഹു. വനാത് വനം, ഒരു വനത്തിൽ നിന്ന് മറ്റൊരു വനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അന്വേഷിച്ച് അമും ഏവ, അവനെ തന്നെ, ആ കൃഷ്ണനെ തന്നെ വിചിക്യുഹു. വിചിക്യുഹു വിശേഷേണ ചിക്യുഹു. ചിക്യുഹു എന്ന് പറഞ്ഞാൽ ചകഞ്ഞു, ചയനം ചെയ്തു, അന്വേഷണം ചെയ്തു, ഭഗവാനെ തന്നെ തെരഞ്ഞു എന്നർത്ഥം. ആകാശവത് ഭൂതേഷു അന്തരം ബഹിഃ സന്തം പുരുഷം വനസ്പതി പപ്രച്ചു. അവരുടെ ഉന്മാദ ലക്ഷണം എങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ്. ആകാശവത് ഭൂതേഷു അന്തരം ബഹിഃ സന്തം. ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? ആകാശവത്, ആകാശത്തെ പോലെ, ഭൂതേഷു എല്ലാ ചരാചരങ്ങളുടെയും അന്തരം ബഹിഃ, അകവും പുറവും നിറഞ്ഞിരിക്കുന്നതാണ് സന്തം. ആര്? ഭഗവാൻ. ആകാശം എല്ലാറ്റിൻ്റെയും അകവും പുറവും നിറഞ്ഞിരിക്കുന്നതാണ്. ആകാശത്തിലാണ് സകല ഭൂതങ്ങളും ഉണ്ടായിരിക്കുന്നത്. ആകാശം എല്ലാറ്റിലും ഉണ്ട്. ആകാശത്തിൽ നിന്നാണ് മറ്റ് 4 ഭൂതങ്ങൾ ഉണ്ടായത്. പഞ്ചഭൂതങ്ങളിൽ ആകാശാത് വായു, വായോർ അഗ്നി, അഗ്നേരാപഹ, അദ്യ പൃഥിവി. അപ്പൊ ഏതൊരു ഭൂതമുണ്ടെങ്കിലും ഏതൊരു സൃഷ്ടിയുണ്ടെങ്കിലും അതിൽ ആകാശമുണ്ട്. ആ സൃഷ്ടി വസ്തുവിലെ പൃഥ്വിയംശമായും ജലാംശമായും അഗ്നിയംശമായും വായുവംശമായും ഇരിക്കുന്നത് ആരാണ്? ആകാശം തന്നെയാണ്. അപ്പൊ ആകാശം എല്ലാറ്റിലും നിറഞ്ഞിരിപ്പുണ്ട്. ആകാശത്തിന്റെ ഒരു ഘനീഭവിച്ച ഭാവമാണ് ഭൂതങ്ങൾ. ആകാശമില്ലാത്തൊരു ഭൂതവുമില്ല. ആ ആകാശം ഭൂതങ്ങളുടെ പുറത്തുമുണ്ട് അല്ലേ. അന്തഃ ബഹിഃ, അകവും പുറവും നിറഞ്ഞിരിക്കുന്നു ആകാശം. അതുപോലെയാണ് ഭഗവാനും. കാരണം ഈ ആകാശത്തിന് പോലും ഉൽപ്പത്തിസ്ഥാനം ഭഗവാനാണ്. ആകാശം പോലും ഭഗവാനിലാണ് ഇരിക്കുന്നത്. ചൈതന്യസ്വരൂപനായ, ബോധസ്വരൂപനായ ഭഗവാനിൽ നിന്നാണ് ആകാശമുണ്ടായത്. തസ്മാത് ആത്മനഃ ആകാശ സംഭൂതഃ. ആകാശം സംഭവിച്ചത് ഈ ആത്മാവിൽ നിന്നാണ്. ആത്മസ്വരൂപനാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ ആകാശത്തിലും വ്യാപിച്ചിരിക്കുന്നവനാണ്. ഇവിടെ ആകാശമേ ഉള്ളൂ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഉപമ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആകാശം എങ്ങനെയാണോ സകല ചരാചരങ്ങളുടെയും അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ആകാശത്തെ അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ല. തിരയേണ്ട കാര്യമുള്ള സാധനമല്ല ആകാശം. ഇറ്റ്സ് എവർ അവൈലബിൾ, എവ്രിവെയർ അവൈലബിൾ. എപ്പോഴും എല്ലായിടത്തും നിറഞ്ഞ് അവൈലബിൾ ആയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എവിടുന്നും ആകാശത്തെ തൊടാം. ആകാശത്തെ തൊടാനായിട്ട് ഏതെങ്കിലും വാഹനം പിടിച്ച് ഏതെങ്കിലും ലോകത്തൊന്നും പോകണ്ട. നമ്മുടെ ചുറ്റുപാടും ആകാശം നിറഞ്ഞിരിക്കുന്നു, നമ്മുടെ ഉള്ളിലും ആകാശം. തൊടേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾവേസ് നമ്മളെ ഉൾക്കൊള്ളുന്നത് ആകാശമാണ്. അപ്പൊ അതുപോലെ ഭഗവാനെ തിരയേണ്ട കാര്യമുണ്ടോ? എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന, എല്ലാമായിരിക്കുന്ന ആ ഭഗവാനെ തിരയേണ്ട കാര്യമില്ല.
അപ്പൊ ഗോപികമാരെ ഇവിടെ തെരഞ്ഞു എന്ന് പറയുമ്പോൾ ഉന്മത്തവത് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നമ്മളും ഉന്മത്തരന്നല്ലേ? എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ നമ്മൾ കാണുന്നുണ്ടോ? നമുക്ക് ഉന്മാദമുണ്ട്, എന്നിട്ട് നമ്മൾ തിരയില്ലേ? നമ്മൾ എവിടെയൊക്കെയാ ഭഗവാനെ തിരയണത് എന്ന് വെച്ചാൽ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആനന്ദ സ്വരൂപനാണ്. ആനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ നമ്മൾ വിഷയങ്ങളിലൊക്കെ തിരയണം. ഇതിൽ ആനന്ദമുണ്ടോ, അതിൽ ആനന്ദമുണ്ടോ, അവിടെ സുഖം കിട്ടുമോ, ഇവിടെ സുഖം കിട്ടുമോ? നമുക്കും ഒരു തരം ഉന്മാദമാണ്, നമുക്കുണ്ട് ഭ്രാന്ത്. പക്ഷെ നമ്മൾ ഗോപികമാരെ ഭ്രാന്തികൾ എന്ന് വിളിക്കുന്നു അല്ലേ? കാരണം നമ്മള് ഭൂരിപക്ഷം ആളുകളും ഈ ഭ്രാന്ത് ഉള്ളവരായതുകൊണ്ട് നമുക്ക് ഭ്രാന്തില്ല. ഇതാണ് സ്റ്റാൻഡേർഡ് സൈസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ അവസ്ഥയാണ് നോർമൽ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നോർമൽ. മറ്റത് ഈശ്വരനെ തിരയുന്ന ആളുകളൊക്കെ ഭ്രാന്തന്മാരാണ്. ഈശ്വരന് വേണ്ടി കരയുന്നവരും ഈശ്വരന്റെ കീർത്തനങ്ങൾ പാടുന്നവരും ഈശ്വര അന്വേഷണം ചെയ്യുന്നവരൊക്കെ ഭ്രാന്തന്മാരാണ്. നമ്മളാണ് നോർമൽ അല്ലേ? അപ്പൊ ഇവിടെ ആകാശവത് ഭൂതേഷു അന്തരം ബഹിഹി സന്തം, എല്ലാ ഭൂതങ്ങളുടെയും അകവും പുറവും നിറഞ്ഞിരിക്കുന്നവനായ പുരുഷം, ആ പൂർണ്ണനായ ഭഗവാനെ, പുരുഷനെ വനസ്പതീൻ പപ്രച്ചു, വനസ്പതികളോട് പ്രശ്നം ചെയ്തു എന്ന് വെച്ചാൽ സസ്യജാലങ്ങളോട്, വൃക്ഷങ്ങളോടൊക്കെ ചോദിച്ചു എന്നാണ്. ഇവിടെ വനസ്പതികൾ എന്ന് പറയുമ്പോൾ വലിയ വൃക്ഷങ്ങൾ എന്നർത്ഥം. വലിയ വൃക്ഷങ്ങളോട് ആദ്യം ചോദിക്കുകയാണ്. പപ്രച്ചു, പ്രശ്നം ചെയ്തു. അപ്പോൾ ഈ വൃക്ഷങ്ങൾ ജഡങ്ങളല്ലേ, അവയ്ക്കുണ്ടോ മറുപടി പറയാൻ കഴിയുന്നു? അതൊന്നും ഇവിടെ ചിന്തയില്ല. അത് ഉന്മാദത്തിന്റെ ഒരു അവസ്ഥയാണ് അല്ലേ? മദ്യപാനമൊക്കെ ചെയ്തിട്ടുള്ളവര് നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ ചെന്ന് ഇടിക്കുമ്പോൾ ആ പോസ്റ്റിന് തള്ളി മാറ്റിയിട്ട് പറയും, ആരടാ നിന്നെ ഇവിടെ നിൽക്കാൻ പറഞ്ഞതെന്ന്. താൻ ചെന്ന് ഇടിച്ചതല്ല പ്രശ്നം, സ്ഥാവരമായിട്ടുള്ള പോസ്റ്റ് അവിടെ വന്ന് നിന്നതാണ് പ്രശ്നം അല്ലേ? മതിലുകളെയും ഒക്കെ താൻ ചെന്ന് തിരക്കും, വഴിയിൽ നിന്ന് മാറടാന്ന് പറയും. അപ്പൊ അതുപോലെ ഒരു ഉന്മാദാവസ്ഥ. അതുകൊണ്ട് വൃക്ഷങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമോ? ഒന്നും ചിന്തയില്ലാതെ ആ വനസ്പതികളോട് പ്രശ്നം ചെയ്തു. അപ്പോൾ ജഡമായിരിക്കുന്ന ആ വൃക്ഷങ്ങളോട് ചോദിക്കുന്നതും ഒരു ഉന്മത്ത ലക്ഷണം എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഉന്മാദ അവസ്ഥയെ പ്രാപിച്ച ഗോപികമാര് ഭഗവാനെ അന്വേഷണം ആരംഭിക്കുകയാണ്. ഇനി വരിയായിട്ട് 9 ശ്ലോകങ്ങൾ അവരുടെ അന്വേഷണമാണ്. നമുക്ക് വൈകുന്നേരം കാണാം, വൈകിട്ട് 6:30 ശേഷം കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. വൈകുന്നേരം 6:30 നോക്കാം. ശരി.